നമ്മുടെ ഗ്രൂപ്പ് ഡി എക്സാംസ് ഒക്കെ എത്തിയല്ലേ, നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് എക്സാംസിന് നമ്മുടെ മാരത്തോൺ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരുവിധം എല്ലാം ഡിസ്കസ് ചെയ്തു വന്നു. നമ്മൾ റീസണിങ് എന്നുള്ള ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് PYQസും അല്ലെങ്കിൽ ഈ എക്സാമിന് വരാൻ സാധ്യതയുള്ള കുറച്ച് ഒരു 10-30 ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നും പഠിച്ചിട്ട് പോകുന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുപോയാൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, നമ്മൾ എല്ലാ ടോപ്പിക്കിൽ നിന്നും പറ്റാവുന്ന ഒരു നല്ല നല്ല ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് ചൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും, കുറച്ച് ബേസ് ഒക്കെ നമുക്ക് ഉണ്ടാവും. നമ്മൾ എല്ലാ ടോപ്പിക്കിലും പ്രോ ആയില്ലെങ്കിലും കുറച്ച് ബേസ് ഉണ്ടെങ്കിൽ പോലും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത്. ഓക്കെ, ബിക്കോസ് റീസണിങ് ആണ്, അത്യാവശ്യം എളുപ്പമുള്ളതാണ്. കുറച്ച് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക, ടോപ്പിക്സിന്റെ എല്ലാ കാര്യവും ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി ചെയ്യുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ലെങ്കിൽ മേഖലകൾ നമുക്ക് ഇതിന്റെ ഇടയിൽ കൂടെ ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇനി വരാൻ സാധ്യതയുള്ളതോ അല്ലെങ്കിൽ PYQs ആയിട്ട് വന്നിട്ടുള്ളതോ, മോസ്റ്റ്ലി റെയിൽവേ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ PYQs വരാനാണ് ചാൻസ്. സോ ഇതൊക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് പോയാൽ തന്നെ നമുക്ക് കുറച്ചൊക്കെ അത്യാവശ്യം നല്ലൊരു സ്കോറിലോട്ട് എത്താൻ പറ്റുവാടാ. ഓക്കെ, പിന്നെ സയൻസും കൂടെ ഒക്കെ നന്നായി ഫോക്കസ് ചെയ്ത്, സയൻസ് ആൻഡ് മാത്സ് കുറച്ചുകൂടെ നന്നായി ഫോക്കസ് ചെയ്താൽ നമുക്ക് അതിലോട്ട് എത്താൻ പറ്റും കേട്ടോ. ഓക്കേടാ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ കോഡിങ്ങിലെ തന്നെ, ആദ്യം തന്നെ നമ്മൾ കോഡിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. കോഡിങ്ങിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോ 2-3 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസിൽ 2-3 ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടടാ കോഡിങ്ങില്. അപ്പൊ ഇവനൊന്ന് നോക്കി നോക്കിയാടാ, എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇൻ എ സർട്ടൻ കോഡ് ലാംഗ്വേജ് ക്രിക്കറ്റ് ഈസ് കോഡഡ് ആസ് ഒരു നമ്പർ തന്നേക്കണം. അപ്പോൾ ഇവിടെ കോഡ് ചെയ്തിരിക്കുന്ന നമ്പർ വെച്ചാണ്. നമുക്ക് കോഡിങ് 4 ടൈപ്പ് ഉണ്ടെന്ന് അറിയാം. ആൽഫബറ്റ് വെച്ച് ചെയ്യാം, നമ്പർ വെച്ച് ചെയ്യാം, സിമ്പിൾസ് വെച്ച് കോഡ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ ഒരു വേർഡ് വെച്ച് തന്നെ കോഡ് ചെയ്യാൻ പറ്റാറുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്പർ കോഡിംഗ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ക്രിക്കറ്റ്, ഓക്കെ, ക്രിക്കറ്റ് ഈസ് കോഡഡ് ആസ് കുറച്ച് നമ്പേഴ്സ് തന്നിരിക്കുകയാണ്. 318 9 3 11 520. ഓക്കെ, ഇത്രയാണ് തന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്പർ കോഡിങ്ങിൽ അവിടെ സ്പെസിഫിക്കലി നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇല്ലെങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽ നമ്പേഴ്സ് എഴുതി നോക്കി അതിൽ നിന്ന് എന്ത് മാറ്റം വരുന്നു എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമ്മുടെ കോഡിങ്ങിൽ സ്പെസിഫിക് നമ്പറിംഗ് ഉണ്ട്. എന്താ, A1 B2 എന്നിങ്ങനെ തുടങ്ങി M വരെ, M13, ദെൻ നെക്സ്റ്റ് ലൈനിൽ N14 O15 അങ്ങനെ നമ്മൾ നമ്പർ ചെയ്ത് Y25 Z26 എന്നുള്ള രീതിയിൽ ഈ ഒരു ഫോർമാറ്റിൽ എഴുതി പഠിച്ചു കാണുമല്ലോ എല്ലാവരും. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ കോഡിംഗ് ഡീകോഡിംഗ് അറിയുന്ന എല്ലാവർക്കും അറിയേണ്ടതായിരിക്കും നമ്മുടെ ബേസിക് നമ്പറിംഗ് മെത്തേഡ് അല്ലെ. അപ്പൊ A തൊട്ട് M വരെ ഒരു ലൈനിലും തിരിച്ച് N തൊട്ട് Z വരെ ഇങ്ങോട്ടും എഴുതിയിട്ടുള്ള ആ ഒരു നമ്പർ പാറ്റേൺ പ്രകാരം ഇവരുടെ ഇൻഡിവിജ്വൽ നമ്പേഴ്സ് ആരൊക്കെയാ നമുക്ക് ചെക്ക് ചെയ്യാം. C3 ആണ്, R18 ആണ്, I9 ആണ്, C പിന്നെയും 3, K11, E5, T20. ഓക്കെ, അപ്പൊ ഇത്രയും നമ്പേഴ്സ് എഴുതി. ഈ നമ്പേഴ്സും ഇവിടെ തന്നിരിക്കുന്ന കോഡും നോക്കിയാടാ എന്താണ്, സെയിം ആണ് അല്ലെ. സോ ലെറ്റേഴ്സും അവരുടെ ഇൻഡിവിജ്വൽ നമ്പേഴ്സ് ആണ് അവിടെ കോഡ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇൻഡിവിജ്വൽ നമ്പേഴ്സും വെച്ചാണ് അവിടെ കോഡ് ചെയ്തിരിക്കുന്നടാ. ഓക്കെ, ക്ലിയർ, സിമ്പിളാ. ഡയറക്ട്ലി ആ ലെറ്ററും അവന്റെ ഇൻഡിവിജ്വൽ നമ്പറും അത് വെച്ചാണ് നമ്മൾ കോഡ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ പ്ലെയറിന്റെ കോഡ് എന്തായിരിക്കും? പ്ലെയർ, PLAYER, പ്ലെയർ എന്നുള്ള വേർഡിന്റെ ഇൻഡിവിജ്വൽ നമ്പേഴ്സ് എഴുതിയാൽ നമ്മൾ അവന്റെ കോഡിലോട്ട് എത്തി. P16, L12, A1, Y25, E5, R18, 16, 12, 25, 518, 16, 12, 1 25, 518. ദാറ്റ് ഈസ് ഓപ്ഷൻ A തന്നെയാണ് ഇവിടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ A ആണ് ഇവിടെ ആൻസറിലോട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ, ഓക്കെ, സെറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമോ നോക്കിയടാ. If doctor is written as FQEVQT, then how is patient written in that code language എന്നാണ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഡോക്ടർ എന്നുള്ള വേർഡിനെ
ഡോക്ടർ എന്നുള്ള വേർഡിനെ അവർ എങ്ങനെ ചെയ്തിരിക്കുന്നു, കോഡ് ചെയ്തിരിക്കുന്നു, ലെറ്റർ വെച്ച് തന്നെയാണ്. സോ ഇവിടെ ആൽഫബറ്റ് കോഡിംഗ് ആണ്, അല്ലെങ്കിൽ ലെറ്റർ കോഡിംഗ് എന്ന് നമുക്ക് പറയാം. FQEVQT ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവനിൽ എന്ത് മാറ്റങ്ങൾ ഇവിടെ വന്നു നോക്കടാ. ഇവരുടെ ഇൻഡിവിജ്വൽ നമ്പേഴ്സ് നോക്കിയേ. ഇവൻ 4, ഇവൻ 15, 3, 20, 15, 18 ഇൻഡിവിജ്വൽ നമ്പേഴ്സും. ഇനി കോഡിന്റെ ഇൻഡിവിജ്വൽ നമ്പേഴ്സും ഒന്ന് നോക്കിയടാ. F6, Q17, E5, V22, Q17, T20. നോക്കിയേ, ഈ 4-ൽ നിന്ന് 6 ആയി. എന്ത് മാറ്റം വന്നു? 2 കൂടി. 15-ൽ നിന്ന് 17 ആയി. ഇവിടെയും 2 കൂടി. 3-ൽ നിന്ന് 5 ആയി. പിന്നെയും 2 ലെറ്റർ കൂടി. 20, 22 ആയി. 2 ലെറ്റർ കൂടി. 15, 17 ആയി. പിന്നെയും +2. 18, 20 ആയി. ദാറ്റ് ഈസ് +2. ഇവിടെ ചെയ്തിരിക്കുന്നത് 2 ലെറ്റേഴ്സ് വെച്ച് ആഡ് ചെയ്യാം. സിംപ്ലി നോക്കുക. D കഴിഞ്ഞാൽ EF, O കഴിഞ്ഞാൽ PQ, C കഴിഞ്ഞാൽ DE, T കഴിഞ്ഞാൽ UV, O കഴിഞ്ഞാൽ പിന്നെയും PQ, R കഴിഞ്ഞാൽ ST. +2 വെച്ചാണടാ ഇവിടത്തെ കോഡിങ് വരുന്നത്. അങ്ങനെയെങ്കിൽ പേഷ്യന്റിന്റെ കോഡ് എന്തായിരിക്കും? പേഷ്യന്റ് എന്നുള്ള വേർഡിന്റെ കോഡ് എന്തായിരിക്കും? ഓരോ ലെറ്റേഴ്സിനും +2 ചെയ്യുക. ഇതിൽ ഇൻഡിവിജ്വൽ നമ്പേഴ്സ് എഴുതുന്ന നിർബന്ധം ഞാൻ പറയുന്നില്ല, പക്ഷെ അങ്ങനെ എഴുതി പഠിച്ചാൽ നമുക്ക് ഒന്നുകൂടെ ബെറ്റർ ആണ്. ഇൻഡിവിജ്വൽ നമ്പേഴ്സ് എഴുതിയാൽ 16, 1, 20, 9, 5, 14, 20. ഓക്കെ, എഴുതി. ഇതിനെല്ലാം 2 കൂട്ടിയാൽ നമുക്ക് ഏതൊക്കെ ലെറ്റേഴ്സ് വരടാ? ഇപ്പൊ 18, 3, 20 2 കൂട്ടിയാൽ 22, 9 2 കൂട്ടിയാൽ 11, 5 2 കൂട്ടിയാൽ 7, 14 2 കൂട്ടിയാൽ 16, 20 2 കൂട്ടിയാൽ 22. നോക്കാം. 18 എന്ന് പറയുന്നത് R, 3 C, 22 V, 11 K, 7 G, 16 P, 22 V. R, C, V, K, G, P, V. ദാറ്റ് ഈസ് ഓപ്ഷൻ A ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഇങ്ങനെ നമ്പർ എഴുതി ചെയ്യണം നിർബന്ധമില്ല. നമ്പർ എഴുതി ചെയ്താൽ നമുക്ക് പ്രാക്ടീസിൽ, അതായത് ആ ഒരു ഇൻഡിവിജ്വൽ നമ്പേഴ്സ് പിന്നീട് നമ്മൾ ചെയ്യും പഠിക്കും. ഓക്കെ, അതിന് വേണ്ടിയാണ് നമ്പർ എഴുതി ചെയ്യണേ. എക്സാമിന് അങ്ങനെ ചെയ്യണം എന്നില്ല. നമുക്കറിയാം P കഴിഞ്ഞാൽ QR, A കഴിഞ്ഞാൽ BC, അങ്ങനെ എണ്ണി നോക്കിയിട്ട് ചെയ്താലും മതി കേട്ടോ. ഓക്കെ, വെറുതെ സമയം കളയണ്ട. നമുക്ക് സമയത്തിന് അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് തന്നെ സമയം കളയണം എന്നില്ലടാ. ഓക്കെ, ഈ കാര്യം ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ? ആൻസർ കിട്ടിയത് ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോട്ടെ. കോഡിങ് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ 3 ടൈപ്പ് കോഡിങ് ഇട്ടിട്ടുണ്ട്. ഒന്ന് നമ്പർ, ഒന്ന് ലെറ്റർ, ഒന്ന് ലെറ്റർ തന്നെ വരാവുന്ന ഒരു ഷഫ്ലിംഗ് മെത്തേഡ് അല്ലെങ്കിൽ ഒരു ഇന്റർചേഞ്ചിങ് മെത്തേഡ് എന്ന് പറയാം. അതാണടാ 3ാമത്തെ ക്വസ്റ്റ്യൻ. നോക്കിയേ. ഇൻ എ കോഡ് ലാംഗ്വേജ്, ഇഫ് എ സിസ്റ്റം ഈസ് റിട്ടൺ ആസ് സിസ്റ്റമാറ്റ് ആൻഡ് നിയറർ ഈസ് റിട്ടൺ ആസ് ഒരു വേർഡ് ആയിട്ടും, then how will fraction will be written? ഒരു മിനിറ്റ് എടാ. ഓക്കെ, ഞാൻ വോയിസ് ക്ലിയർ അല്ലേന്ന് ഒന്ന് ചെക്ക് ചെയ്തതാണ്. ഓക്കെ ഓക്കെ, വോയിസ് സെറ്റ് ആണ്. നമ്മൾ എന്തായിരുന്നു പറഞ്ഞ? സിസ്റ്റം എന്നുള്ള വേർഡ്. സിസ്റ്റം എന്നുള്ള വേർഡ് എന്ത് ചെയ്തിരിക്കുന്നു? SYSTEM എന്നുള്ള വേർഡ് അവര് SYSMET എന്ന് എഴുതിയിരിക്കുന്നു. സിസ്മെറ്റ് അല്ലെ? സിസ്മെറ്റ്. ഇതിന്ന് എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്ന് ശ്രദ്ധിച്ചേടാ. ഇതാണ് നമ്മുടെ വേർഡ്, ഇതാണ് നമ്മുടെ വേർഡ്, ആൻഡ് ഇതാണ് നമ്മുടെ കോഡ് അല്ലെ? ഈ വേർഡിന്റെ കോഡാണ് അത്. നമ്മൾ എന്തിനപ്പോ കോഡ് ചെയ്യുക? കോഡിങ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് മറ്റൊരാൾക്ക് ഒരു മെസ്സേജ് പാസ് ചെയ്യണം. സോ അതൊരു തേർഡ് പേഴ്സൺ വായിക്കരുത് അല്ലെ? ഒരു തേർഡ് പേഴ്സൺ വായിക്കാണ്ട് നമുക്കത് എങ്ങനെ മാറ്റിയെടുക്കാം, അതിനൊരു സ്പെസിഫിക് ലോ അല്ലെങ്കിൽ പാറ്റേണിൽ അവനെ മാറ്റിയെടുക്കണേനെയാണ് നമ്മൾ കോഡിങ് എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തോ ഒരു പാറ്റേണിൽ ഇതിനെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇത്ര നേരം കണ്ട പോലെ വേറൊരു നമ്പറോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു ലെറ്ററോ വെച്ചിട്ടല്ല ഇവർ കോഡിയിരിക്കുന്നത്. ശ്രദ്ധിക്കാടാ, വേർഡിൽ ഏതൊക്കെ ലെറ്റേഴ്സ് ആണോ ഉള്ളത് അതേ ലെറ്റേഴ്സ് വെച്ച് തന്നെയാണ് അവന്റെ കോഡും ഫോം ചെയ്തിരിക്കുന്നത്. അതായത് ആ വേർഡിലുള്ള ഏതെങ്കിലും ഒരു ലെറ്റർ പുറത്തു പോവേ, അതായത് എലിമിനേറ്റ് ആയിട്ട് വേറൊരു ലെറ്ററിനെ നമ്മൾ ആഡ് ചെയ്തിട്ടോ, പുറത്തുനിന്ന് വേറൊരു ലെറ്ററിനെ ആഡ് ചെയ്തിട്ടോ ഇല്ല. ഈ വേർഡിലുള്ള സെയിം ലെറ്റേഴ്സ് ആണ് ഈ കോഡിലുള്ളത്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെറുതെ നമ്പേഴ്സോ അല്ലെങ്കിൽ വേറെ ഒരു കാര്യം, അവരുടെ ഇൻഡിവിജ്വൽ നമ്പേഴ്സ് എത്ര, അവരുടെ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് എത്ര, ഒന്നും ആലോചിച്ചു പോകണ്ടടാ. ഇവിടെ വരുന്നത് എന്താണ്? ഇവിടെ വരുന്നത് ഒന്നില്ലെങ്കിൽ അവരുടെ
പൊസിഷൻ ഷഫ്ലിങ്ങോ ഇന്റർചേഞ്ചിങ്ങോ ആയിരിക്കും. ഷഫ്ലിംഗ് ഓർ ഇന്റർചേഞ്ചിങ് ആയിരിക്കുംടാ. ഓക്കെ, ഷഫ്ലിംഗ് ഓർ ഇന്റർചേഞ്ചിങ് ആയിരിക്കും. ഇതാണ് ഇവിടെ വരുന്നത്, ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ വേറൊരു നമ്പേഴ്സിലോട്ട് തേടി പോകേണ്ടത്. ഇവിടെ വേർഡിൽ നിന്ന് തന്നെ എന്തോ മാറ്റം, പൊസിഷൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ലെറ്റേഴ്സിനെ മാറ്റിയിട്ടിട്ടാണ് കോഡ് കണ്ടുപിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കോഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പാറ്റേൺ അല്ലെങ്കിൽ എന്തിന്റെ ബേസിസിൽ അവരെ മാറ്റി എന്ന് കണ്ടുപിടിക്കുക. അതേ മാറ്റം നമ്മള് കണ്ടുപിടിക്കേണ്ട ആ ഒരു വേർഡിലോട്ട് അപ്ലൈ ചെയ്യുക. അത്രയുള്ളോടാ കാര്യം. ഇവിടെ നോക്കുമ്പോ എന്താ, SYS എഴുതുമ്പോ അടിയിലും SYS ആണ്. ഓക്കെ, കുഴപ്പമില്ല. TE എന്നുള്ള നേരെ തിരിച്ച് M ഇങ്ങോട്ട് വന്നു, E ഇങ്ങോട്ട് വന്നു, T ഇങ്ങോട്ട് വന്നു അല്ലെ. ഓക്കെ, സിസ്റ്റം എന്നുള്ളത് സിസ്മെറ്റ് എന്നാക്കി. അപ്പൊ നമ്മൾ വിചാരിക്കും ഫസ്റ്റത്തെ വേർഡിന് മാറ്റവും ഇല്ലയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇൻ കേസ് ഇവനെ ഇങ്ങനെ S ഇങ്ങോട്ടും Y ഇങ്ങോട്ടും S ഇങ്ങോട്ടും ഇട്ടാലും സെയിം തന്നെയല്ലേ വരിക? നമുക്കത് മനസ്സിലാവാത്തതാണ് അല്ലെ. ഇപ്പൊ എങ്ങനെയാണെങ്കിലോ, അപ്പൊ ഉള്ള ലെറ്റേഴ്സിനെ ഹാഫ് ആക്കി, നമ്പർ ഓഫ് ലെറ്റേഴ്സിനെ ഹാഫ് ആയി ഡിവൈഡ് ചെയ്തിട്ട് അവരുടെ മൊത്തത്തില് ആ ഹാഫ് പോർഷൻസിന് കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്ത് എഴുതുകയാണ് ഇവിടെ ചെയ്യുന്നത് അല്ലെ. കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്ത്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിളും കൂടെ അവിടെ തന്നിട്ടുണ്ട്. നിയറർ എന്നുള്ള വേർഡ്, നിയറർ എന്നുള്ള വേർഡ് അവർ എന്ത് ചെയ്തിരിക്കുന്നു, AENRER എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. നോക്കടാ, ഞാൻ ഇതിനെ ഹാഫ് ആയിട്ട് കട്ട് ചെയ്തു, മൂന്ന് വേർഡ്സ് ആയിട്ട് കട്ട് ചെയ്തു. നോക്കിയേ, AEN അല്ലെ, AEN തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. RER തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്. അത് തിരിച്ചിട്ടാവും, കാരണം ഓൾറെഡി ഇവിടെ ലാസ്റ്റ് 3 ലെറ്റേഴ്സ് തിരിച്ചെഴുതിയിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ഫസ്റ്റ് 3 ലെറ്റേഴ്സ് തിരിച്ചെഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത്രയുള്ളടാ തരുന്ന വേർഡിന്റെ നമ്പർ ഓഫ് ലെറ്റേഴ്സിനെ കണക്കാക്കി ഹാഫ് ആക്കി മാറ്റുക, ഹാഫുകളെ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്ത് എഴുതുക. ഓക്കെ, ഫസ്റ്റ് ലെറ്ററിന് ലാസ്റ്റിലേക്കും ലാസ്റ്റ് ലെറ്ററിന് ഫസ്റ്റിലേക്കും കൊണ്ടുവരിക. അങ്ങനെ എല്ലാ പൊസിഷൻസിനെയും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക. അതാണ് ഇവിടെ ഇവിടുത്തെ കോഡ് എന്ന് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ കണ്ടുപിടിക്കേണ്ട ആൾ ഇതൊന്നല്ല, ഫ്രാക്ഷൻ എന്നുള്ള വേർഡാണ്. FRACTION, ഫ്രാക്ഷൻ. ഓക്കെ, ഫ്രാക്ഷൻ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 8 ലെറ്റേഴ്സ് ഉണ്ട്. ഞാൻ 4 ആയിട്ട് കട്ട് ചെയ്തു. ഓക്കെ, 4 ആയി കട്ട് ചെയ്തു, ഹാഫ് ആയിട്ട് കട്ട് ചെയ്തു. ഇനി നമ്മൾ റിവേഴ്സ് ചെയ്ത് എഴുതുമ്പോൾ CARF അല്ലെ. C ഇവിടെ, A ഇവിടെ, R ഇവിടെ, F ഇവിടെ, മൊത്തത്തിൽ റിവേഴ്സ് ചെയ്ത് എഴുതി. ദെൻ NOIT. ഓക്കെ, ദാറ്റ് ഈസ് ഇവന്റെ കോഡ് വരുന്നത് എന്താടാ? CARF NOIT. ദാറ്റ് ഈസ് ഓപ്ഷൻ A തന്നെയാണ് കേട്ടോ. ഓപ്ഷൻ A തന്നെയാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കേടാ, അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മൾ കോഡിങ്ങിനെ കുറച്ച് ടൈപ്പ് നോക്കി. അപ്പൊ ഇനി ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കുക. നമ്പേഴ്സ് വരുമ്പോൾ ആലോചിക്കുക, ലെറ്റേഴ്സ് വരുമ്പോൾ ആലോചിക്കുക. ഇനി ആ കോഡിലുള്ള ആ വേർഡിലുള്ള അതേ ലെറ്റേഴ്സ് ആണ് കോഡിലെങ്കിൽ വേറെ ഒന്നും ആലോചിച്ച് പോകേണ്ട. അതിൽ അവിടെ ഷഫ്ലിംഗ് ആയിരിക്കും അല്ലെങ്കിൽ ഇന്റർചേഞ്ചിങ് ആയിരിക്കും. അപ്പൊ അതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയടാ. ഞാൻ നെക്സ്റ്റ് ഓക്കെ, ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു ടൈപ്പിലേക്കും കൂടെ നമുക്ക് വരാറുണ്ട്. ഇങ്ങനെ കോമൺ വേർഡ്, കോമൺ കോഡ് എന്നുള്ള ഫോർമാറ്റിലോട്ട് വരാറുണ്ട്. ഇവനെയും കൂടെ നോക്കണം. ക്വസ്റ്റ്യൻ 4 നോക്കിയേ. In a certain code language 3A1. Okay, wait. 3A1 എന്നുള്ളത് ആരുടെ കോഡാടാ? ലൈറ്റ് is bright അല്ലെ. ലൈറ്റ് is bright എന്നുള്ള വേർഡിന്റെ കോഡാണ് 3A1. 1B2 എന്നുള്ളത് girl is beautiful അല്ലെ. girl is beautiful അതിന്റെ വേർഡാണ്. ദെൻ 3C2 എന്നുള്ളത് ലൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ്. ലൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ഞാൻ ഇങ്ങനെ എഴുതുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ലൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ്. നമ്മൾക്കിവിടെ വേണ്ടത് വിച്ച് ഡിജിറ്റ് റെപ്രസെന്റ്സ് ബ്രൈറ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആണ്. ബ്രൈറ്റിന്റെ ഡിജിറ്റ് അല്ലെങ്കിൽ ബ്രൈറ്റിന്റെ കോഡ് എന്താണ്, അത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മള് ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൽ കോമൺ വേർഡും കോമൺ കോഡും നോക്കിയിട്ടാണ് ആൻസർ ചെയ്യുക. അപ്പൊ ഞാൻ ആദ്യം എടുക്കുന്നു, എനിക്ക് ഇതിലാണ് ഈ ഒരു വേർഡിലാണ് ബ്രൈറ്റ് ഉള്ളത് അല്ലെ. ഓക്കെ, ഈ ഒരു വേർഡിലാണ് ബ്രൈറ്റ് ഉള്ളത്. സോ ഇതിനെ ഒന്നില്ലെങ്കിൽ ഇവന്റെ കോമൺ ആയിട്ട് വേറെ വല്ലതിലും ഉണ്ടെങ്കിൽ അവനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കുമ്പോൾ ബ്രൈറ്റ് വേറെ ഒരു വേർഡിലും കാണാനില്ല, ബ്രൈറ്റ് വേറൊരു സെന്റൻസിലും കാണാനില്ലാത്തതുകൊണ്ട് തന്നെ ഇവനെ ഞാൻ ലൈറ്റിന്റെയും ഈസിന്റെയും കോഡ് കണ്ടുപിടിച്ചിട്ട് ഇതൊന്ന് മാറ്റി നിർത്തുന്നു. അതാണ് ചെയ്യാൻ പോകുന്നത്.
ഓക്കെ, ഞാൻ ഫസ്റ്റ് 2 സെന്റൻസ് എടുക്കുന്നു. ലൈറ്റ് ഈസ് ബ്രൈറ്റും ഗേൾ ഈസ് ബ്യൂട്ടിഫുള്ളും. ഇതിൽ കോമൺ ആരാ? ഈസ് ഇവിടെയുണ്ട്, ഈസ് ഇവിടെയുണ്ട്. ബാക്കി എല്ലാ വേർഡ്സും സെപ്പറേറ്റാ അല്ലെങ്കിൽ ഡിഫറെന്റാ അല്ലെ? സോ രണ്ടിലും കോമൺ വേർഡ് ആയിട്ട് ഈസ് ഉള്ളെങ്കിൽ ഇതിലൊരു കോമൺ കോഡ് ഉണ്ടെങ്കിൽ അത് ആ ഈസിന്റെ കോഡ് ആയിരിക്കില്ലടാ. ആലോചിക്ക്, 2 സെന്റൻസിലും കോമൺ വേർഡ് ആയിട്ട് ഒരു ഒറ്റ വേർഡ് ഉള്ളെങ്കിൽ അതിന്റെ കോമൺ കോഡിലും ആ വേർഡ്, ആ കോമൺ വേർഡിന്റെ കോമൺ കോഡ് കെടുക്കില്ലടാ. കെടുക്കും. ദാറ്റ് ഈസിന്റെ കോഡ് രണ്ടിലും കോമൺ ആയിട്ടുള്ള ആൾ ആരായിരിക്കൂടാ? 1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതൊന്ന് കിട്ടി, ഈസിന്റെ കോഡ് 1. അപ്പൊ ഈസിനെ നമ്മൾ ഒഴിവാക്കിയേ. ഇനി നമുക്ക് ലൈറ്റിനെ ഒഴിവാക്കാൻ പറ്റും. ബ്രൈറ്റിനെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ ബ്രൈറ്റിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ബ്രൈറ്റ് വേറൊരു വേർഡിലും കാണാൻ അല്ലെങ്കിൽ വേറെ ഒരു സെന്റൻസിലും കാണാനില്ല. ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഡയറക്റ്റ്ലി എഴുതാം. ഇവിടെ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ എഴുതുന്നു. ഇനിയുള്ളത് എന്താ? ലൈറ്റ് ഉണ്ട്. ലൈറ്റിനെ കോമൺ ആയിട്ട് കാണുന്ന 2 സെന്റൻസ് ഫസ്റ്റ് ആൻഡ് തേർഡ് സെന്റൻസ് ആണ്. ഫസ്റ്റ് സെന്റൻസ് ലൈറ്റ് ഈസ് ബ്രൈറ്റും, തേർഡ് സെന്റൻസ് ലൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ്. ഇതിൽ കോമൺ ആയിട്ടുള്ളത് ഇവിടെയും ലൈറ്റ് ഉണ്ട്, ഇവിടെയും ലൈറ്റ് ഉണ്ട്. ഈസിന് പകരം ഇവിടെ ആൻഡ് ആണ്, ബ്രൈറ്റിന് പകരം ഇവിടെ ബ്യൂട്ടിഫുൾ ആണ്. സോ അതർ വേർഡ്സ് ആർ ഡിഫറെന്റ് അല്ലെ? ബാക്കിയുള്ള വേർഡ്സ് ഡിഫറെന്റ് ആണ്. ലൈറ്റ് എന്നുള്ള വേർഡ് മാത്രമേ കോമൺ ആയി കിടക്കുന്നുള്ളൂ. അപ്പൊ ആ ലൈറ്റ് എന്ന വേർഡിന്റെ കോമൺ കോഡും ഇപ്പുറത്ത് കിടക്കുന്നുണ്ടാവും. നോക്കിയാടാ, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കോഡ് നോക്കുമ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരേ ഒരാളുള്ളൂ. അത് ആരാണ്? 3 ആണ് അല്ലെ? ആരാണ്? 3 ആണ്. സോ ഈസിന്റെ കോഡ് 1 ആണെന്നും ലൈറ്റിന്റെ കോഡ് നമുക്ക് എന്താന്ന് കിട്ടി? 3 ആണെന്നും നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റി. സോ ഈ 1ഉം 3ഉം മാറ്റി നിർത്തിയാൽ ഇവിടെ ബ്രൈറ്റ് അല്ലേ ഉള്ളൂ അല്ലെ? ലൈറ്റും ഈസും 1ഉം 3ഉം മാറ്റി നിർത്തിയാൽ ബ്രൈറ്റ് ഉള്ളെങ്കിൽ ബ്രൈറ്റിന്റെ കോഡ് ഇവിടെ ആരായിരിക്കും? ഇവിടെ എ ആയിരിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി എ. ഓപ്ഷൻ ഡി എ ആയിരിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനത്തെ 4 ടൈപ്പാണ് കോഡിങ് വരാറുള്ളത്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. പല രീതിയിലും തിരിച്ചും മറിച്ചും ചോദിക്കും. ഒന്ന് ചെക്ക് ചെയ്താൽ, ഒന്ന് ശ്രദ്ധിച്ചാൽ കിട്ടാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂടാ. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യൻസിലോട്ട് പോകുന്നു. 5ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ്, റെയിൽവേനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഭാഗമാണടാ സർക്കുലർ സിറ്റിംഗ് അറേഞ്ച്മെന്റ് എന്നുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്. അവനെ ഒന്ന് ചെയ്ത് നോക്കടാ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയടാ. എന്ത് വരും? 6 friends A, B, C, D, E and F are sitting around a circular table facing the center. ഓക്കെ, അപ്പൊ ഒരു സർക്കുലർ ടേബിൾ ഉണ്ട്. ഞാൻ ഏകദേശം ഒരു സർക്കിൾ പോലെ വരയ്ക്കുന്നു. സർക്കിൾ ആയില്ല അല്ലെ? ഓക്കെ, കുഴപ്പമില്ല. നമുക്ക് മാറ്റാം, ഇവനെ മാറ്റാം. നല്ലൊരു സർക്കിൾ ആയിട്ട് തന്നെ ഞാൻ വരയ്ക്കാം. ഷേപ്സ് കിട്ടാൻ തോന്നുന്നത്. ഓക്കെ, സർക്കുലർ ടേബിൾ ഉണ്ട്, ഞാൻ വരച്ചു. സർക്കുലർ ടേബിളിനെ ഞാൻ വരച്ചു. ഇതിൽ 6 പേര് ഇരിക്കുന്നുണ്ടടാ. അപ്പൊ ഞാൻ 6 പേർക്കുള്ള സീറ്റ് വരയ്ക്കാം. ആദ്യമേ അവർക്ക് സീറ്റ് അങ്ങ് വെച്ച് കൊടുക്കാം. അവരവിടെ വന്നിരുന്നാ പോരെ? നമുക്ക് അറേഞ്ച് ചെയ്താൽ പോരെ? ഓക്കെ, അപ്പൊ നമ്മൾ 1 2 3 4 പേർക്കുള്ള സീറ്റ്, ദെൻ 5ാമത്തെ ആള്, 6ാമത്തെ ആള്, 6 പേർക്കുള്ള സീറ്റ് നമ്മൾ അവിടെ കൊടുത്തു. ഇനി നമ്മൾ മാർക്ക് ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ അവരുടെ റൈറ്റും ലെഫ്റ്റും തെറ്റാണ്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, അത് വേറെ ഒന്നും ചിന്തിക്കണ്ട. ഈ ഒരു പൊസിഷൻ ഞാൻ ഏരോ ഹെഡ് ഇട്ടിരിക്കുന്നത് അവരുടെ ഫേസ്, അവര് ടുവേർഡ്സ് സെന്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഫേസിങ് ദ സെന്റർ എന്ന് പറയുമ്പോൾ എന്തായാലും ആ ടേബിളിന് ഉള്ളിലോട്ട് ഫേസ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയായിരിക്കും ഏരോ ഹെഡ് വരയ്ക്കേണ്ടത്. ബിക്കോസ് അവര് ഉള്ളിലോട്ട് ഫേസ് ചെയ്തെന്ന് കാണിക്കാൻ വേണ്ടി. ഇനി ഇൻ കേസ് നമ്മൾ മ്യൂസിക്കൽ ചെയർ, കസേരക്കളി പോലത്തെ ഉള്ള ഗെയിമിനൊക്കെയാണ് എന്തായാലും തിരിഞ്ഞാണല്ലോ ഇരിക്കുക അല്ലെ? അപ്പൊ അങ്ങനത്തെ കേസിൽ വരുമ്പോ ബാക്കിലോട്ട് തിരിഞ്ഞിരിക്കുന്ന പോലെ ഏരോ ഹെഡ് പുറത്തോട്ട് ഇട്ടിട്ട് ചെയ്യണം. അപ്പൊ 2 സൈഡിലും തിരിഞ്ഞിരിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവിടെ റൈറ്റും ലെഫ്റ്റ് എവിടെയാണ് ആദ്യമേ മാർക്ക് ചെയ്തോടാ. ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അത് നമ്മൾ കംപ്ലീറ്റ്ലി എല്ലാവരുടെയും മാർക്ക് ചെയ്തോ, കുഴപ്പമില്ല. എല്ലാവരുടെയും മാർക്ക് ചെയ്യണമെന്നില്ല. അറ്റ്ലീസ്റ്റ് 2 3 പേരുടെങ്കിലും മാർക്ക് ചെയ്താൽ പിന്നീട് തെറ്റില്ല. നിങ്ങളാണ് അങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കണ്ട, ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡ് ഇതും ലെഫ്റ്റ് സൈഡ് ഇതായിരിക്കില്ലടാ. അതായിരിക്കും. സോ കംപ്ലീറ്റ്ലി അങ്ങനെ മാർക്ക് ചെയ്യുക. റൈറ്റ് ലെഫ്റ്റ് ഫുള്ളി മാർക്ക് ചെയ്യാൻ നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും അങ്ങനെ മാർക്ക് ചെയ്താൽ പിന്നീട് തെറ്റിപ്പോവില്ല. പിന്നീട് എന്ത് നോക്കിയാലും തെറ്റിപ്പോവില്ല. ഓക്കെ, ഇനി ആ റൈറ്റ് ലെഫ്റ്റിനെ കുറിച്ച് ഒരു കൺഫ്യൂഷൻ നമുക്കില്ല കേട്ടോ. ഇനി നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. എ ഈസ് സിറ്റിംഗ് ഓപ്പോസിറ്റ് ടു ഡി. എ ഡിയുടെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഞാൻ എ ഇവിടെ വരച്ചു, ഡി ഇവിടെ വരച്ചു. ഓപ്പോസിറ്റ് ആണ്. 6 പേരാണെങ്കിൽ 3 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കണ്ടാവാം. ഓക്കെ,
Then C is sitting the immediate left of A. A എവിടെയാണോ എയുടെ ഇമ്മീഡിയറ്റ് തൊട്ടടുത്ത. ഓക്കെ, അഡ്ജസന്റ് ഇമ്മീഡിയറ്റ് എന്നുള്ള വേർഡ്സ് എന്ന് പറയുന്നത് തൊട്ടടുത്തത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എയുടെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ ആരിയ്ക്കുന്നടാ? സി ഇരിക്കുന്നു. സോ അത് നമുക്ക് ഫിക്സ് ആയിട്ട് ഒരു പ്രോബബിലിറ്റി ഇല്ല അവിടെ, അല്ലെങ്കിൽ ഒരു ചാൻസ്, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് അവൻ ഇരിക്കാം എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ സീനെ ഫിക്സ് ചെയ്തു. ഇ ഈസ് സിറ്റിംഗ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഈ എയുടെയും ബിയുടെയും ഇടയിലാ. ഇവിടെ ഇനി ഈ വരുവാടാ, ഇവിടെ ഓൾറെഡി സി ഒക്യുപ്പൈ ചെയ്തില്ലേ, സോ ഇവിടെ ഈ വരില്ല. എ ഇന്റെയും ബിന്റെ ഇടയില് ഈ എന്റെയും ബിന്റെ ഇടയിലാണ് അല്ലെ, എയുടെയും ബിയുടെ ഇടയിലാണ് ഈ വന്നിരിക്കുന്നത്. അത് നമ്മൾ ഫില്ല് ചെയ്തു. ഇനിയുള്ളത് ആരാടാ? ഇനി ഫില്ല് ചെയ്യാത്ത ഒരേ ഒരാളുള്ളത് ആരാ? എഫിനെ വെച്ച് ഫില്ല് ചെയ്തു. ഓക്കെ, ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് ശ്രദ്ധിക്കുക. ഹു ഈസ് സിറ്റിംഗ് ദ ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് ഡി അല്ലെ, ഡിയുടെ ഇമ്മീഡിയറ്റ് റൈറ്റില് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാരാടാ? ഡീനെ നോക്കുക. ഡിയുടെ റൈറ്റ് സൈഡ് ഏതാ? ഇങ്ങോട്ട് റൈറ്റ് സൈഡില് ഇമ്മീഡിയറ്റ് തൊട്ടടുത്ത റൈറ്റിലിരിക്കുന്നത് എഫ് ആണ്. നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ എഫ്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോ അല്ലെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഞാൻ ടൈം കളയുന്നില്ല, പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. മാക്സിമം പറ്റാവുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, 5 students P, Q, R and S and T. ഓക്കെ, 5 പേരുണ്ട്. ആർ സ്റ്റാൻഡിങ് ഇൻ എ റോ ഫേസിങ് നോർത്ത്. ഇത് ഞാൻ ലീനിയർ സിറ്റിംഗിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചു ചെയ്തിരിക്കുന്നത്. ഒരു 5 പേര് നോർത്തിലോട്ട് ഫേസ് ചെയ്തിരിക്കുന്നു. 1 2 3 4 5 പേര് ഇങ്ങോട്ട് ഫേസ് ചെയ്തുകൊണ്ട് തന്നെ ഇവിടെ റൈറ്റ് എൻഡ് ചെയ്തു, ലെഫ്റ്റ് എൻഡ് ചെയ്തായിരിക്കും അല്ലെ. നിങ്ങൾ അങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുമ്പോൾ നിങ്ങളുടെ റൈറ്റ് എൻഡ് ഏതായിരിക്കും, ലെഫ്റ്റ് എൻഡ് ഏതായിരിക്കും ഒന്ന് ആലോചിക്കുക. അത് അപ്പോഴേ 2 എൻഡിലും മാർക്ക് ചെയ്യുക. പിന്നീട് റൈറ്റ് എൻഡ് ഏത്, അല്ലെങ്കിൽ ഒരാളുടെ റൈറ്റ് സൈഡ് ഏത്, ഒരാളുടെ ലെഫ്റ്റ് സൈഡ് ഏത് എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് വരില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമുക്ക് എന്ത് വരടാ? 5 students P, Q, R, S, T ഉണ്ട്. നമ്മൾ ഇത്രയും കാര്യം. S is standing between T and Q. ഓക്കെ, എസ് നമുക്ക് ആദ്യമേ കയറി ഫില്ല് ചെയ്യാൻ പറ്റില്ല. എസ് ടീന്റെയും ക്യൂവിന്റെ ഇടയില, ഇടയിലാ. ഇത് തിരിഞ്ഞും വരാം. ക്യൂ ഇവിടെയും ടി ഇവിടെയും വരാം കേട്ടോ. 3 സീറ്റാണുള്ളത്. കാരണം ടി ഏത് സൈഡാ ക്യൂ ഏത് സൈഡാ നമുക്ക് പറഞ്ഞില്ല. സോ എസ് ടീന്റെയും ക്യൂവിന്റെ ഇടയിലാ. അപ്പൊ പോസിബിലിറ്റീസ് ഞാൻ അവിടെ എഴുതി വെക്കണം. ഒരിക്കലും ഒരു പോസിബിലിറ്റിനെയും തള്ളിക്കളയാൻ പറ്റില്ല. ചിലപ്പോ നമ്മൾ എഴുതാത്ത പോസിബിലിറ്റി ആയിരിക്കും ആൻസറിലോട്ടുള്ള വഴി. ഓക്കെ, അത് മറക്കരുത്. അപ്പൊ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചു. അടുത്ത പോയിന്റ് ഞാൻ വായിക്കുന്നു. Q is standing to the immediate left of R. ഒന്ന് ആലോചിക്കടാ. ഇപ്പൊ ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ടാണ്. ലെഫ്റ്റ് സൈഡ് നമുക്കറിയാം ഇവിടേക്കാണ് വരുന്നത്. അപ്പൊ ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ടാണ്. Q ഉണ്ടെങ്കിൽ Q ഇരിക്കുന്നത് ആറിന്റെ തൊട്ട് ലെഫ്റ്റിലാണ്. ആറ് ഇവിടെയാണെങ്കിൽ ആറിന്റെ തൊട്ട് ലെഫ്റ്റിലാണ് Q ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറയട്ടെ, ക്യൂ ഇവിടെ വന്നാൽ ആറ് ഇവിടെ വരണ്ടേ? നമ്മൾ ഇത് വെച്ച് ഫില്ല് ചെയ്യുകയാണെങ്കിൽ ആറിന്റെ ഇപ്പുറത്ത് ക്യൂ വരണം അല്ലെ? പക്ഷെ ഇവിടെ ഓൾറെഡി എസ് വന്നിട്ടുണ്ടല്ലോ. സോ ക്യൂ ഇവിടെ വരില്ല. നമ്മൾ എഴുതിയത് കറക്റ്റ് ആയിരുന്നു. ക്യൂ ഇങ്ങനെയും ദെൻ ആറ് ഇവിടെയും, ആറിന്റെ ലെഫ്റ്റില് ക്യൂ, എസ് ടി. ഇനിയുള്ളത് പി സ്റ്റാൻഡിങ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് ടി. ടിയുടെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ പി. അപ്പൊ നമ്മുടെ ഫില്ലിംഗ് വരുന്നത് ഇങ്ങനെയാണ്. എസ് ടിന്റെയും ക്യൂവിന്റെ ഇടയിലാണ്. ആറിന്റെ തൊട്ട് ലെഫ്റ്റിലാണ് ക്യൂ ഇരിക്കുന്നത്. ടീന്റെ തൊട്ട് ലെഫ്റ്റിലാണ് പി ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാരെയും ഫില്ല് ചെയ്ത് ഫൈനൽ ക്വസ്റ്റ്യൻ. ഹു ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ് മിഡിൽ. 5ന്റെ പകുതി എന്ന് പറയുമ്പോൾ 5ന്റെ മിഡിൽ പോർഷൻ എന്ന് പറയുമ്പോൾ 3ാമത്തെ സീറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, എസ്. ക്ലിയർ ആണല്ലോ? അപ്പൊ പോസിബിലിറ്റീസ് വരുമ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട കാര്യം, പോസിബിലിറ്റീസ് വരുമ്പോൾ വെറുതെ തള്ളിക്കളയരുതാടാ. നമുക്ക് അത് അവിടെ എഴുതി വെച്ച് അതിനെ ഒഴിവാക്കണം. പോസിബിലിറ്റി അല്ല, ഇത് ഇവിടെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന പോയിന്റ്സ് വരെ നമ്മൾ അത് നോട്ട് ചെയ്തേ പറ്റും. ഓക്കെ, ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഇതും ഒരു ലീനിയർ സിറ്റിംഗിലേക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിറ്റിംഗ് അറേഞ്ച്മെന്റ് റെയിൽവേനെ സംബന്ധിച്ച് അപ്പൊ ലീനിയർ ആയിക്കോട്ടെ സർക്കുലർ ആയിക്കോട്ടെ നല്ലോണം ചോദിക്കുന്നതാണ്. 3 4 ക്വസ്റ്റ്യൻസ് ഒക്കെ എന്തായാലും ചോദിക്കും. സോ ഇവനെ തള്ളിക്കളയണ്ട. ഓക്കെ, അപ്പൊ മാക്സിമം ഇവനൊന്ന് പ്രാക്ടീസ് ചെയ്തേക്കട്ടോ. 7 ഫ്രണ്ട്സ് ആരൊക്കെയാണ്? O, P, Q, R, S, T and U are sitting in a straight line facing north. ഓക്കെ, 7 പേരുണ്ട്. ഞാൻ 7 പേർക്കുള്ള സീറ്റ് വരയ്ക്കുന്നു. സീറ്റ് ആദ്യമേ വരയ്ക്കണം എന്നില്ല കേട്ടോ. ഓക്കെ, അതൊരു ഒരു നല്ലൊരു ശീലം ആണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ്. പിന്നെ നോർത്തിലോട്ട് ഫേസ് ചെയ്യണോണ്ട് തന്നെ ഇങ്ങോട്ട് ഫേസ് ചെയ്യണം. റൈറ്റ് എൻ്റെതും ലെഫ്റ്റ് എൻ്റെതും. അപ്പൊ ഇനി ഒരാളുടെ റൈറ്റും ലെഫ്റ്റും നമുക്ക് തെറ്റില്ല. ഡയറക്ഷൻ നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്തു. ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആർ ഈസ് സിറ്റിംഗ് ടു ദ സെക്കൻഡ് ലെഫ്റ്റ് ഓഫ് എസ്. എവിടെയാണ്? എസിന്റെ സെക്കൻഡ് ലെഫ്റ്റിൽ ആർ വന്നു. ഓക്കെ,
Q is sitting on the okay, U is sitting to the immediate right of P. P എവിടെയാണോ പിയുടെ തൊട്ടിപ്പുറത്ത് U വരും. ഓക്കെ, Q is sitting at the extreme right end. റൈറ്റ് എൻഡിൽ എക്സ്ട്രീം ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഈ സീറ്റിൽ Q ഇരിക്കുന്നു. ആ കാര്യം നമുക്ക് ഉറപ്പാണല്ലോ, ഇനി S is sitting in the exact middle. എക്സാക്ട്ലി മിഡിൽ എന്ന് പറയുമ്പോൾ ഏഴാമത്തെ മിഡിൽ പോർഷൻ എന്ന്, അല്ലെങ്കിൽ മിഡിൽ സീറ്റ് എന്ന് പറയുന്നത് 7 സീറ്റ് ഉള്ളതിലെ മിഡിൽ സീറ്റ് 4ാമത്തെ സീറ്റ്. ഇങ്ങോട്ട് 3 അങ്ങോട്ട് 3. ഓക്കെ, എസ് എവിടെയാണെങ്കിൽ എസിന്റെ ലെഫ്റ്റില് 2ാമത്തെ ആള് 6, അത് ഉറപ്പാണല്ലോ. ഇനി പിയുടെ തൊട്ട് റൈറ്റിൽ യു ഉണ്ട്. ഇനി പി ഇവിടെ ഇട്ടാൽ യുവിനെ ഇവിടെ ഇടാൻ പറ്റില്ല, പി ഇവിടെ ഇട്ടാൽ യുവിനെ ഇവിടെ ഇടാൻ പറ്റില്ല, പി ഇവിടെ ഇട്ടാലേ യുവിനെ ഇവിടെ ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ആ സീറ്റ് നമ്മൾ ഉറപ്പിച്ചു. ഇനി തന്നിട്ടിരിക്കുന്നത് O ഈസ് ടു ദ ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് എസ്. എസിന്റെ തൊട്ട് ലെഫ്റ്റിലോ. ഇനി എഴുതാത്ത ആൾ ആരാ ഉള്ളത്? ടി ആണുള്ളത്. ടി ആണ് എഴുതാത്ത ഒരേ ഒരാളുള്ള. അപ്പൊ നമുക്ക് സീറ്റിംഗ്സ് കറക്റ്റ് കിട്ടി. തന്നിരിക്കുന്ന പോയിന്റ്സ് 1 by 1 ഞാൻ ഇവിടെ നോട്ട് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റി. അതായത് ഇങ്ങനെ നോട്ട് ചെയ്യുമ്പോൾ എന്താ, ബാക്ക് ടു ക്വസ്റ്റ്യൻ നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വായിക്കേണ്ട അത്രയും സമയം നമുക്ക് പോകില്ല. ഓക്കെ, ഹു ഈസ് സിറ്റിംഗ് അറ്റ് ദ എക്സ്ട്രീം ലെഫ്റ്റ് എൻഡ്. ലെഫ്റ്റ് എൻഡിൽ ആരായിരിക്കുന്നത്? നമ്മുടെ ടി ആണ്. ഓപ്ഷൻ ഡി, ടി ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നടാ. നമ്മളിതാ സിറ്റിംഗ് അറേഞ്ച്മെന്റ് കഴിഞ്ഞ അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ടുള്ള നമ്മൾ സിലോജിസത്തിലോട്ട് വരുന്നു. സിലോജിസം ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഓക്കെ, എന്താണ് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ വഴി തരുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനെയാണ് നമ്മൾ സിലോജിസം എന്ന് വിളിക്കുന്നത്. അതിപ്പോ 2 സ്റ്റേറ്റ്മെന്റും ഒരു 4 കൺക്ലൂഷനും തരാം, 3 സ്റ്റേറ്റ്മെന്റും രണ്ടോ 3 കൺക്ലൂഷൻസ് തരാം, 4 സ്റ്റേറ്റ്മെന്റ് വരെ തരാം. 4 സ്റ്റേറ്റ്മെന്റോ 4 കൺക്ലൂഷൻസോ വരെ തരാറുണ്ട്. നമ്മൾ തരുന്ന സ്റ്റേറ്റ്മെന്റിന്റെ വെൻ ഡയഗ്രം വരയ്ക്കുന്നു. ഓക്കെ, ദെൻ അതിൻ്റെതായ കൺക്ലൂഷൻസ് ട്രൂ ആണോ ഫോൾസ് ആണോ അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നുണ്ടോ ഇല്ലയോ അത്രയും നോക്കുന്നു. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ഓൾ ഫ്ലവേഴ്സ് ആർ ഓൾ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക. എല്ലാ ഫ്ലവേഴ്സും ട്രീസ് ആണ്. നോ ട്രീ ഈസ് എ ഹൗസ്. ട്രീ ഒന്നും ഹൗസ് ആയിട്ട് ബന്ധമില്ല എന്ന് ഞാൻ വെറുതെ വരയ്ക്കാറില്ല. ഇവരെ ജോയിൻ ചെയ്ത് ബന്ധമില്ല എന്ന് തന്നെ ഞാൻ കാണിക്കും. അതിന് ഇമ്പോർട്ടൻസ് ഉണ്ടടാ. സിലോജിസം നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കുമ്പോഴാണ് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ സെപ്പറേറ്റ് വരച്ചില്ല, ഒരു ബന്ധിപ്പിച്ച അത് ബന്ധമില്ല എന്ന് കാണിച്ചു എന്ന് ചോദിച്ചാൽ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, പോസിബിലിറ്റിയുടെ കേസ് വരുമ്പോഴൊക്കെ ആയിരിക്കും മെയിൻ അവന് ഇമ്പോർട്ടൻസ് വരാം. ഇപ്പൊ ഗ്രൂപ്പ് ഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല. 10th ലെവൽ ആയതുകൊണ്ടും അത്യാവശ്യം ബേസിക് ക്വസ്റ്റ്യൻസ്, സിലോജിസം എന്താണെന്ന് അറിയുന്ന ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഓള് വരുമ്പോ എന്താ, ഈ ഫ്ലവേഴ്സ് ഉള്ളിൽ വരയ്ക്കണം. ഇതിനെ സബ്ജക്ട് എന്നും ഇവനെ നമ്മൾ പ്രെഡിക്കേറ്റ് എന്നും ആടാ വിളിക്കാറ്. സോ കേട്ട് കാണും, ഈ സബ്ജക്ട് പ്രെഡിക്കേറ്റിനകത്ത് വരണം. ഓള് വരുമ്പോ, നോ വരുമ്പോ ബന്ധമില്ല എന്ന് തന്നെ വരച്ചു കാണിക്കുക. ഓക്കെ, നമ്മുടെ വെൻ ഡയഗ്രം വരച്ചു കഴിഞ്ഞു. നമ്മുടെ അടുത്ത കൺക്ലൂഷൻസ് ശരിയാണോ അല്ലയോ എന്ന് ചോദിച്ചാൽ നോ ഫ്ലവർ ഈസ് എ ഹൗസ്. ഫ്ലവർ ഒന്നും ഹൗസ് അല്ല, ഫ്ലവർ ഒന്നും ഹൗസ് ആയിട്ട് ബന്ധമില്ല. ഫ്ലവർ എല്ലാം ട്രീയുടെ അകത്താ കിടക്കുന്നത് അല്ലെ? ഫ്ലവർ എല്ലാം ട്രീയുടെ അകത്താണ്. ഇനി നോക്കിയടാ, ഈ ട്രീക്കൊന്നും ഹൗസ് ആയിട്ട് ഒരു ബന്ധമില്ല, നമ്മൾ ബന്ധമില്ല എന്ന് തന്നെ കാണിച്ചു. അപ്പൊ ഈ ഫ്ലവറിന് ബന്ധപ്പെടാൻ പറ്റുമോ? ഇല്ല, കാരണം ഫ്ലവറിനെ എല്ലാവരും അതിനകത്താ കിടക്കുന്നത്. ഇൻ കേസ് ഫ്ലവർ ഇങ്ങനെയാ കിടക്കണമെങ്കിൽ മേ ബി ബന്ധം ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം നമുക്ക് പറയാം. പക്ഷെ അങ്ങനെയല്ല ഫ്ലവറിന്റെ കേസില്. ഫ്ലവർ കംപ്ലീറ്റ്ലി ട്രീന്റെ അകത്താ. ട്രീ ഒന്നും മറ്റേ ഹൗസ് ആയിട്ട് ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ ഫ്ലവറിനൊന്നും ഹൗസ് ആയിട്ട് ബന്ധപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഒരു കാര്യം ശരിയാണ്, ഫ്ലവേഴ്സ് ഒന്നും ഹൗസ് അല്ല. ഓക്കെ, നമ്മൾ ഈ കേൾക്കുമ്പോ ഫ്ലവർ ഹൗസ് ആവേ എന്താ ഈ പറയണേ അങ്ങനെയൊക്കെ തോന്നും. പക്ഷെ അതല്ല ഉദ്ദേശിക്കണേ കേട്ടോ. ഓക്കെ, അത് അവര് ബന്ധമില്ലാത്ത ആൾക്കാരെ പിടിച്ചായിരിക്കും ബന്ധിപ്പിക്കുക, അല്ലെങ്കിൽ ബന്ധമില്ല എന്ന് തന്നെ പറയാ. ഇപ്പൊ ട്രീയും റാറ്റിനൊക്കെ എടുക്കവര്, ട്രീ കാറൊക്കെ എടുക്കവര്, നമുക്കറിയാം വലിയ ബന്ധമില്ല. ശരിക്കും നമ്മൾ ലോജിക്കലി ചിന്തിക്കുമ്പോ ഈ പൂക്കൾ എങ്ങനെ വീടാവണേ അല്ലെ? വീടാവില്ല എന്നറിയാം, പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കരുതടാ. അവര് ക്വസ്റ്റ്യൻ തരുന്ന സ്റ്റേറ്റ്മെന്റ് തരുന്ന എന്തോ അത് നമുക്ക് കംപ്ലീറ്റ്ലി ട്രൂ ആണ്. അത് സത്യമാണെന്ന് വിചാരിച്ചിട്ട് വേണം കൺക്ലൂഷന് നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ. അത് സത്യമാണെന്ന് വിചാരിച്ചിട്ട് വേണം കൺക്ലൂഷനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ, ഫസ്റ്റ് കൺക്ലൂഷൻ ഓക്കെ ആയി. സം ട്രീസ് ആർ ഫ്ലവേഴ്സ് എന്നാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ട്രീസ് ഫ്ലവേഴ്സ് ആണ്. നോക്കിയേ, ഫ്ലവേഴ്സ് എല്ലാവരും ട്രീസ് ആയിട്ട് ബന്ധമുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ട്രീസ് ഈ ഒരു ഭാഗം
ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ട്രീസിന്റെയും കൂടെ ഭാഗമല്ലേ അല്ലെ അല്ലെ. അപ്പൊ കുറച്ച് ട്രീസ് എന്താണ് ഫ്ലവേഴ്സ് ആയിട്ട് ബന്ധമുണ്ട്. ട്രീസ് എല്ലാരും ഫ്ലവേഴ്സ് എല്ലാരും ട്രീയുടെ അകത്തല്ലേ. സോ ആ അകത്തുള്ള ഭാഗവും ഫ്ലവേഴ്സും ട്രീസും സെയിം ആണടാ. അപ്പൊ അവര് ബന്ധമുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പൊ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ രണ്ട് കൺക്ലൂഷൻസും ഇവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ആൻസർ ചൂസ് ചെയ്യുമ്പോൾ എന്ത് വരടാ, both the conclusions 1 and 2 follows. both the conclusions 1 and 2 follows. Okay, clear അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സിലോജിസ് തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, സം മൊബൈൽ ഫോൺസ് ആർ ഗാഡ്ജറ്റ്സ്. നമുക്ക് സം വരുമ്പോ എങ്ങനെ വരയ്ക്കണം, സം വരുമ്പോ ഒരു സർക്കിള്, സം മൊബൈൽ ഫോൺസ് ആർ ഗാഡ്ജറ്റ്സ്. ഓക്കെ, ഇനി അടുത്ത് ഓൾ ഗാഡ്ജറ്റ്സ് ആർ ലാപ്ടോപ്പ്. എല്ലാ ഗാഡ്ജറ്റ്സും ഇത് കംപ്ലീറ്റ് ഉൾപ്പെടണമല്ലോ. ഗാഡ്ജറ്റ്സ് എല്ലാവരും ലാപ്ടോപ്സ് ആണ്. വരച്ചതിന്റെ ഷേപ്പ് നോക്കണ്ട, ഏകദേശം മനസ്സിലായല്ലോ. ഒരു സർക്കിള് മറ്റൊരു സർക്കിളിനോട് കുറച്ച് പാർഷ്യലി റിലേറ്റ് ചെയ്ത് വരച്ചാൽ അവനെ സം എന്നും, ഗാഡ്ജറ്റ്സ് എല്ലാവരും ലാപ്ടോപ്പിനകത്താണ് അല്ലെ. ഓൾ ഗാഡ്ജറ്റ്സ് ആർ ലാപ്ടോപ്പ്, അങ്ങനെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. സർക്കിൾസ് ഷേപ്സ് യൂസ് ചെയ്തിട്ട് ഏത് ഷേപ്പ് ആണെങ്കിൽ യൂസ് ചെയ്ത് നമുക്ക് വരയ്ക്കാം. ട്രയാങ്കിളോ റെക്ടാങ്കിളോ സ്ക്വയർ എന്തായാലും കുഴപ്പമില്ലടാ. ഓക്കെ, നമ്മൾ വെൻ ഡയഗ്രാം വരച്ചു കഴിഞ്ഞു. അത് തന്നിട്ട് ക്വസ്റ്റ്യൻ പ്രകാരം സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ട്രൂ ആണ് നമുക്കറിയാം. നമ്മൾ മൂവിങ് ഓൺ ടു ദി കൺക്ലൂഷൻസ് വായിക്കുമ്പോൾ സം മൊബൈൽ ഫോൺസ് ആർ ലാപ്ടോപ്സ് അല്ലെ. കുറച്ച് മൊബൈൽ ഫോൺസ് ലാപ്ടോപ്സ് ആണ്. നമുക്ക് അറിയാം കുറച്ച് സ്റ്റേറ്റ്മെന്റ് പ്രകാരം കുറച്ച് മൊബൈൽ ഫോൺസ് ഗാഡ്ജറ്റ്സ് ആണ് അല്ലെ. അവരുടെ കോമൺ ഏരിയ ആണ് ഇത്. കുറച്ച് മൊബൈൽ ഫോൺസ് ഗാഡ്ജറ്റ്സ് ആണ്. ഗാഡ്ജറ്റ്സ് എല്ലാവരും ലാപ്ടോപ്പിനകത്ത് പെടും. ഓക്കെ, നമ്മള് ശരിക്കും നോക്കുമ്പോൾ ലോജിക്കലി നോക്കുമ്പോൾ ലാപ്ടോപ്സ് എല്ലാവരും ഗാഡ്ജറ്റ്സ് ആണെന്ന് പറയാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഇവര് തന്നത് എന്തോ അത് ട്രൂ ആണെന്ന് എടുക്കാം. അപ്പോ കുറച്ച് മൊബൈൽ ഫോൺസ് ഗാഡ്ജറ്റ്സ് ആണെന്ന് നമുക്കറിയാം. ഇനി ഗാഡ്ജറ്റ്സ് എല്ലാവരും ലാപ്ടോപ്പിനകത്ത് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സിംപ്ലി എന്ത് പറയാം, കുറച്ച് മൊബൈൽ ഫോൺസ് ലാപ്ടോപ്പുമാണ്. ഈ സർക്കിൾ ഇങ്ങനെയല്ലേ പോകുന്നേ, സോ കുറച്ച് മൊബൈൽ ഫോൺസ് ലാപ്ടോപ്സുമാണ്. സോ സം മൊബൈൽ ഫോൺസ് ആർ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഓക്കെ, ഫോളോ ചെയ്യും. ഇനി എല്ലാ ലാപ്ടോപ്സും മൊബൈൽ ഫോൺസ്, ഓൾ ലാപ്ടോപ്സ് ആർ മൊബൈൽ ഫോൺസ് എന്ന് പറയുന്നു. നോക്കിയിട്ട് ലാപ്ടോപ്സ് എല്ലാവരും മൊബൈൽ ഫോണിന്റെ ഉള്ളിലാണോ കിടക്കുന്നത്? അല്ലല്ലോ. കുറച്ച് റിലേഷൻ ഉള്ളു, ബാക്കി പുറത്താണ് അല്ലെ. അപ്പൊ എല്ലാവരും ബന്ധമുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ആസ് പെർ ഫിഗർ നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവൻ ഫോളോ ചെയ്യില്ല. അപ്പൊ ഇവിടെ നമുക്ക് എന്താ, ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ് എടാ. ഓക്കെ, ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നമ്മുടെ അടുത്ത ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ടുള്ള ബ്ലഡ് റിലേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ബ്ലഡ് റിലേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. ക്ലിയർ ആണല്ലോ? ഒന്ന് ചെയ്ത് നോക്കിയാടാ. ബ്ലഡ് റിലേഷൻ എന്ത് വരും? ഇവിടെ എന്താ, ബ്ലഡ് റിലേഷൻ ഡയറക്ട്ലി ചോദിക്കാം, അല്ലെങ്കിൽ മറ്റൊരാളെ ഇൻട്രൊഡ്യൂസിങ് എ പേഴ്സൺ, അല്ലെങ്കിൽ പോയിന്റിങ് ടു എ ഫോട്ടോഗ്രാഫ് അങ്ങനെ ചോദിക്കാം. ഇല്ലെങ്കിൽ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടും ബ്ലഡ് റിലേഷൻ ചോദിക്കാം. മെയിൻ ആയിട്ട് 3 ടൈപ്പാണ് ബ്ലഡ് റിലേഷൻ ഉള്ളത്. ഡയറക്ട്ലി നെയിം വെച്ച് റിലേറ്റ് ചെയ്തിട്ട് പറയാം, നെയിം ഓർ ലെറ്റേഴ്സ്. ചിലപ്പോൾ നെയിം തരണമെന്നില്ല, ലെറ്റേഴ്സ് തന്നെ ആയിരിക്കാം. അങ്ങനെ വെച്ച് റിലേറ്റ് ചെയ്ത് പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ഫോട്ടോഗ്രാഫിനെ ചൂണ്ടിക്കാണിച്ചോ അല്ലെങ്കിൽ മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചോ ഒരു തേർഡ് പേഴ്സണോട് എക്സ്പ്ലെയിൻ ചെയ്യാണ്, ഇയാൾ എൻ്റെ ഇങ്ങനെ ഈ ഒരു റിലേഷനിലുള്ള ആളുടെ മകളുടെ കുട്ടിയുടെ അങ്ങനെയൊക്കെ ആണെന്നൊക്കെ ഇങ്ങനെ പറയും. ഓക്കെ, അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ട്, അതാണ് ഇത്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ അതാണ്. ഇനി അതല്ല, റിലേഷൻസിനെ നമ്മൾ സിമ്പിൾസും വെച്ചും കാണിക്കാറുണ്ടടാ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാറുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി എന്താ ആൻസർ കിട്ടിയോ? കുറച്ചു പേർക്ക് എങ്കിലും ആൻസർ കിട്ടിക്കാണും. നോക്കിയടാ, ഹി ഈസ് ദ സൺ ഓഫ് ദ ഓൺലി ഡോട്ടർ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. മൈ ഗ്രാൻഡ് ഫാദർ അല്ലെ, മൈ ഗ്രാൻഡ് ഫാദർ. ഞാൻ ഇവിടെ കുറച്ച് സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുക. എല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഫീമെയിലിനെ മൈനസ് ഇട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും, മൈനസ് ഇട്ട്. ദെൻ മെയിലിനെ പ്ലസ് ഇട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. ദെൻ റിലേഷൻഷിപ്പ് വരയ്ക്കുമ്പോൾ ഫാദർ അല്ലെങ്കിൽ പാരന്റ് ചൈൽഡ് റിലേഷൻ ഞാൻ ഇങ്ങനെ കാണിക്കും. പാരന്റ് അമ്മ ഒരു അച്ഛൻ ആരാണെങ്കിൽ കൂടെ ഞാൻ മുകളിൽ വരയ്ക്കും, ചൈൽഡിന് അടിയിൽ വരയ്ക്കും. ഓക്കെ, സിബ്ലിങ്സിനെ ഞാൻ ഇങ്ങനെ വരയ്ക്കും. സിബ്ലിങ്സിനെ ഞാൻ ഇങ്ങനെ ഈ ഹൈഫൻ ഇട്ടിട്ട് എയുടെ ബ്രദർ ആണ്
ബി. എയുടെ ബ്രദർ ആണ് ബി, ബിയുടെ സിസ്റ്റർ ആണ് എ. ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. സിസ്റ്റർ എന്ന് പറയുമ്പോൾ ഫീമെയിലും ബ്രദർ എന്ന് പറയുമ്പോൾ മെയിൽ ആയതുകൊണ്ട് എങ്ങനെ ഇടുന്നത്. ദെൻ മാരീഡ് റിലേഷൻഷിപ്പിനെ ഞാൻ ഇങ്ങനെ കാണിക്കാറുണ്ട്. മാരീഡിനെ നമ്മൾ ഡബിൾ ലൈൻ ഇട്ട് എ ഇസ് മാരീഡ് ടു ബി, അതില് എ ഹസ്ബൻഡ് ആണ്, ബി വൈഫാണ്. ഡബിൾ ലൈൻ ഇട്ട് വരയ്ക്കും. ചിലവർ ഇങ്ങനെയും കാണിക്കും, തെറ്റില്ല. ഡബിൾ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ, അതിനും തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് അത് ഫോളോ ചെയ്താൽ മതി. നമ്മള് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഹി ഈസ് ദ, ഒരാളെ ചൂണ്ടിക്കാണിച്ചൊരു വുമൻ പറയുകയാണ്, ഹി ഈസ് ദ സൺ ഓഫ് ദി ഓൺലി ഡോട്ടർ ഓഫ് മൈ ഗ്രാൻഡ് ഫാദർ. മൈ ഗ്രാൻഡ് ഫാദർ എന്നാ പറയുന്നേ. അപ്പൊ ആ വുമണിന്റെ ഗ്രാൻഡ് ഫാദർ ആയിരിക്കുമല്ലോ അല്ലെ. ആ പറയുന്ന വുമണിന്റെ ഒരു പാരന്റ് ഉണ്ട്. ആ പാരന്റിന്റെ അച്ഛനോർ അമ്മ, പാരന്റ് നമുക്കറിയില്ല. പാരന്റിന്റെ അച്ഛൻ, അതാണ് ഗ്രാൻഡ് ഫാദർ. അതാണ് അവിടുത്തെ ഗ്രാൻഡ് ഫാദർ അല്ലെ. ഈ വുമന്റെ പാരന്റിന്റെ അച്ഛൻ, ദാറ്റ് ഈസ് ഗ്രാൻഡ് ഫാദറിന്റെ സൺ ഓഫ് ദ ഓൺലി ഡോട്ടർ. ഈ ഗ്രാൻഡ് ഫാദറിന് ഒരേ ഒരു മകളേ ഉള്ളൂ. ആ മകളുടെ ഒരേ ഒരു മകനല്ല, ആ മകളുടെ മകൻ. ഓക്കെ, ഗ്രാൻഡ് ഫാദറിന്റെ ഒരേ ഒരു മകൾ എന്ന് പറഞ്ഞാൽ ഈ പാരന്റ് അത് ആരായിരിക്കും? ഇവളുടെ മദർ ആയിരിക്കും അല്ലെ. ഈ കുട്ടിയുടെ മുത്തശ്ശന്റെ ഒരേ ഒരു മകൾ, ദാറ്റ് ഈസ് ഈ കുട്ടിയുടെ അമ്മ. ഈ കുട്ടിയുടെ അമ്മയുടെ മകനാണ് ആ ഫോട്ടോയില് കാണുന്ന ചെക്കൻ അല്ലെ. അപ്പൊ ഈ പെൺകുട്ടിയുടെ അമ്മയുടെ മകൻ തന്നെയാ ഈ പെൺകുട്ടിയുടെ അമ്മയുടെ മകൻ, നമ്മുടെ അമ്മയുടെ മകൻ, ദാറ്റ് ഈസ് നമ്മുടെ ചേട്ടൻ ഓർ അനിയൻ അല്ലെ. ഇവര് സിബ്ലിങ്സ് ആയിരിക്കും. വുമൺ ആയതുകൊണ്ട് ഇങ്ങനെ കാണിച്ചു. ഇവര് സിബ്ലിങ്സ് ആയിരിക്കും. വുമണിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഒരേ ഒരു മകൾ എന്ന് പറഞ്ഞാൽ വുമണിന്റെ മദർ ആയിരിക്കും. ആ മദറിന്റെ സൺ എന്ന് പറയുമ്പോൾ ആ വുമണിന്റെ ആരായിരിക്കും? ബ്രദർ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ ഈസ് ദ മാൻ ഇൻ ദ ഫോട്ടോഗ്രാഫ് റിലേറ്റഡ് ടു ദാറ്റ് വുമൺ? ആ വുമണിന്റെ ആരാണ്? ഇങ്ങനെ ചോദിക്കുമ്പോൾ സെക്കൻഡ് പേഴ്സന്റെ ആരാണ് ഫസ്റ്റ് പേഴ്സൺ? വുമണിന്റെ ആരാണ് ആ ഫോട്ടോഗ്രാഫിലുള്ള ആള്? അതാണ് ചോദ്യം. വുമണിന്റെ സ്വന്തം ബ്രദർ ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ ഉത്തരം. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് ഞാൻ പറഞ്ഞ സിമ്പിൾസ് വെച്ച് ഡിനോട്ട് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ. സിമ്പിൾസോ ലെറ്റേഴ്സോ എന്ത് വെച്ച് വേണമെങ്കിൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, എന്താ ഇതെന്ത് വരും? എ പ്ലസ് ബി മീൻസ് എ ഇസ് ദ ഫാദർ ഓഫ് ബി, എ മൈനസ് ബി മീൻസ് എ ഇസ് ദ സിസ്റ്റർ ഓഫ് ബി, എ ഇൻറ്റു ബി മീൻസ് എ ഇസ് ദ ബ്രദർ ഓഫ് ബി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷോസ് ദാറ്റ് പി ഈസ് ദ അങ്കിൾ ഓഫ് പി. നമുക്ക് കിട്ടേണ്ടത് ക്യൂവിന്റെ അങ്കിൾ ആണ് പി. അങ്കിൾ എന്ന് പറയുന്ന റിലേഷൻ എന്താടാ? അച്ഛന്റെയോ അമ്മയുടെയോ ബ്രദർ. ഓക്കെ, അങ്കിൾ എന്ന് പറഞ്ഞാൽ ബ്രദർ ഓഫ് മദർ ഓർ ഫാദർ. അങ്കിൾ എന്ന് പറയുമ്പോ അത് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചു. അങ്കിൾ എന്ന് പറഞ്ഞാൽ ബ്രദർ ഓഫ്, അച്ഛന്റെയോ അമ്മയുടെയോ ആവാട്ടോ. ബ്രദർ ഓഫ്, അച്ഛനല്ല, മദർ ഓർ ഫാദർ. ഓക്കെ, ഇങ്ങനെയാണ് വരാ. അതാണ് ആ റിലേഷൻഷിപ്പ്. അപ്പൊ നമുക്ക് അതാണ് നോക്കണം. ഞാൻ അപ്പൊ ഓരോ ഓപ്ഷനും ചെയ്ത് വരച്ച് നോക്കിയിട്ട് തന്നെ നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഒന്നുമില്ലെങ്കിൽ ഫസ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻസ് ആയിരിക്കും കൂടുതൽ വരാറുള്ളത്. കാരണം കുറെ വരച്ച് നമുക്ക് ടൈം പോവില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് വരുന്നത് പി ഇൻറ്റു ആർ പ്ലസ് ക്യൂ എന്നുള്ള ഓപ്ഷൻ ചെക്ക് ചെയ്യാം. പി ഇൻറ്റു ആർ എന്ന് പറയുമ്പോൾ എന്താടാ? എ ഇൻറ്റു ബി മീൻസ് എ ഈസ് ദ ബ്രദർ ഓഫ് ബി ആണെങ്കിൽ പി ഇൻറ്റു ആർ എന്ന് പറയുന്നത് പി ഈസ് ദ ബ്രദർ ഓഫ് ആറിന്റെ ബ്രദർ ആണ് പി. ആറിന്റെ ബ്രദർ ആണ് പി ആണ് അവിടുത്തെ ബ്രദർ കേട്ടോ. ആറിന്റെ ബ്രദർ പി ആണ്. ഇനി ആർ പ്ലസ് ക്യൂ പ്ലസ് വരുമ്പോ എന്താ? എ ഇസ് ദ ഫാദർ ഓഫ് ബി. എ പ്ലസ് ബി മീൻസ് എ ഇസ് ദ ഫാദർ ഓഫ് ബി ആണെങ്കിൽ ആർ പ്ലസ് ക്യൂ ഇസ് ദ ഫാദർ ഓഫ് ക്യൂ. ക്യൂവിന്റെ ഫാദർ ആണ് ആറ്. ദാറ്റ് ഈസ് ക്യൂവിന്റെ അച്ഛൻ ആറ്, അച്ഛന്റെ ബ്രദർ പി. അപ്പൊ ക്യൂവിന്റെ അങ്കിൾ അല്ലടാ പി, അച്ഛന്റെ ബ്രദർ. ക്യൂവിന്റെ അങ്കിൾ പി. നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടി. പി ഇസ് ദ അങ്കിൾ ഓഫ് ക്യൂ എന്നുള്ളത്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ തന്നെയാണ്. പിന്നെ ബാക്കി ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി ചെക്ക് ചെയ്ത് സമയം കളയേണ്ട ഒരു കാര്യമില്ല കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പോകുന്നു. നമ്മുടെ ഇത് കഴിഞ്ഞല്ലോ അല്ലെ, നമ്മൾ ഇടയിൽ മിസ്സായിട്ടൊന്നും ഇല്ലല്ലോ. ഓക്കെ, അടുത്ത നമ്മുടെ ഡയറക്ഷൻ എന്നുള്ള ടോപ്പിക്കിലോട്ട് പോകുന്നു. ഇമ്പോർട്ടന്റ് തന്നെയാണ്, ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ്. എന്നാൽ ഏറ്റവും എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ്. ഡയറക്ഷന്റെ ബേസിക്സ് എന്താടാ? നമ്മുടെ റൈറ്റ് ആൻഡ് ലെഫ്റ്റും അല്ലെങ്കിൽ നമ്മുടെ ഡയറക്ഷൻസ് ഇങ്ങനെ ഒരു പ്ലസ് ചിഹ്നം എല്ലാരും കണ്ടു കാണുമല്ലോ അല്ലെ. ഇത് നമ്മുടെ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്
ഇൻ ബിറ്റ്വീൻ ഉള്ള ആൾക്കാര് നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ് ആൻഡ് നോർത്ത് വെസ്റ്റ് എന്നുള്ള കാര്യം ക്ലിയർ ആണെങ്കിൽ നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇവനെ നമുക്ക് നോക്കുമ്പോൾ ആൻസറിലോട്ട് ഈ ഒരു ഡയറക്ഷൻസ് ക്ലിയർ ആണ്. റൈറ്റ് ലെഫ്റ്റ് തെറ്റാണ്ട് കിട്ടും. പിന്നെ ആംഗിൾസ് ഇത്രയും ഈ ഒരു കംപ്ലീറ്റ് ആംഗിൾ ആണ് 90 ഡിഗ്രി. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് 180 ഡിഗ്രി. പിന്നെതാ ഇവിടുന്ന് ഇത്ര കേട്ടോ, ഇത്രയുള്ള ഡിസ്റ്റൻസ് ആണ് 135 ഡിഗ്രി. ഇവിടുന്ന് ഇത്രയുള്ള ഡിസ്റ്റൻസ് ആണ് 45 ഡിഗ്രി. ഇതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കണേ. ഇത്രയും ഡിസ്റ്റൻസ് 45, നോർത്ത് ടു സൗത്ത് ഈസ്റ്റ് ഡിസ്റ്റൻസ് 135, നോർത്ത് ടു ഈസ്റ്റ് ഡിസ്റ്റൻസ് 90 ഡിഗ്രി ആൻഡ് നോർത്ത് ടു സൗത്ത് എന്നുള്ള ഡിസ്റ്റൻസ് അത്രയും 180 ഡിഗ്രി വരും. കംപ്ലീറ്റ് അറിയാലോ 360 ഡിഗ്രി. കംപ്ലീറ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിന്റെ അതേ ആംഗിള് അത്രയും ഡിഗ്രി. ഓക്കെ, അപ്പോ നമ്മള് ഇനി പറഞ്ഞു വരുന്നത് ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. എ പേഴ്സൺ വാക്സ് 8 കിലോമീറ്റർ ടുവേർഡ്സ് നോർത്ത്. ഒരാള് നോർത്തിലോട്ട് 8 കിലോമീറ്റർ നടന്നു. അതാ നോർത്തിലോട്ട് ഞാൻ 8 കിലോമീറ്റർ എന്ന് ഇവനെ മാർക്ക് ചെയ്തു. അവിടെ നോട്ട് ചോദിച്ചോട്ടെ, ഈ പോയിന്റിൽ നിന്ന് അവൻ സ്റ്റാർട്ട് ചെയ്തു. ഈ പോയിന്റിൽ നിന്ന് നോർത്തിലോട്ട് ഒരു 8 കിലോമീറ്റർ നടന്നു. then ഈസ്റ്റിലോട്ട് ടേൺസ് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് ഈസ്റ്റ് എവിടെയാണോ കിടക്കുന്നത്, ഇവിടെയാണ്. സോ ഈ സൈഡിലോട്ട് ഈസ്റ്റിലോട്ട് തിരിഞ്ഞ് ബോക്സ് 6 കിലോമീറ്ററേ ഉള്ളൂ. അപ്പൊ 8-നേക്കാട്ടും കുറച്ച് വരച്ചു ഞാൻ. ഇത്രയും 6 കിലോമീറ്റർ നടന്നു. ഇനി അവിടുന്ന് സൗത്തിലോട്ട് തിരിഞ്ഞ് ആൻഡ് വാക്സ് 8 കിലോമീറ്റർ. ഇവിടുന്ന് പിന്നെയും സൗത്തിലോട്ട് തിരിഞ്ഞ് 8 കിലോമീറ്റർ നടന്നു. ഇത് 8 കിലോമീറ്റർ ആണെങ്കിൽ അതേ ഡിസ്റ്റൻസ് വേണം ഇവിടേക്ക് വരയ്ക്കാം കേട്ടോ. 8 കിലോമീറ്റർ തന്നെ, 8. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ ചോദ്യം ഫൈനൽ ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഫാർ ഈ ഫ്രം ഹർ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഹൗ ഫാർ ഈസ് ഹി ഫ്രം ഹർ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് അവൻ എത്ര ദൂരത്തിലാണ്? നമുക്ക് ടോട്ടലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 8 16 24 കിലോമീറ്റർ. അത് ഓപ്ഷന്റെ ഇല്ല. അപ്പൊ എപ്പോഴും എത്ര ഡിസ്റ്റൻസിലാണ് അവൻ മാറിക്കെടുക്കുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിൽ നിന്ന് അവൻ എവിടെയാണ്, അല്ലെങ്കിൽ അവിടേക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്ര ദൂരമുണ്ട് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ദ ഷോർട്ടസ്റ്റ് സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ചൂസ് ചെയ്യണം കേട്ടോ. ദ ഷോർട്ടസ്റ്റ് സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് വേണം നമുക്ക് ചൂസ് ചെയ്യാനായിട്ട്. ഇവിടെ സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ഓൾറെഡി ഉണ്ട്. ഇവിടെ 8 സ്റ്റാർട്ട് ചെയ്ത് അതേ ആ ഒരു പാരലൽ പോയിന്റിൽ തന്നെയാണ് അവിടെ എത്തി നിൽക്കുന്നതും. സോ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇത് 6 ആണെങ്കിൽ ഇതും എത്ര കിലോമീറ്റർ ആയിരിക്കും? 6 കിലോമീറ്റർ. ഇനി സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് ഏത് ഡയറക്ഷനിലോട്ട് നടക്കണം എന്ന് ചോദിച്ചാൽ 6 കിലോമീറ്റർ ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ അത് ഏതാടാ? വെസ്റ്റ്. 6 കിലോമീറ്റർ വെസ്റ്റിലോട്ട് നടക്കണം. ഇവിടെ ഡയറക്ഷൻ ചോദിച്ചിട്ടില്ല, ചോദിക്കാറുണ്ട് കേട്ടോ. ഇവിടെ ഡയമെൻഷൻ മാത്രമല്ല, ഡിസ്റ്റൻസ് മാത്രമല്ല, ഡയറക്ഷനും ചോദിക്കാം. ഡയറക്ഷൻ ചോദിച്ചാൽ അത് എങ്ങോട്ടാണോ തിരിയേണ്ട ആ ഡയറക്ഷൻ എടുക്കുക. ഇവിടെ ഡിസ്റ്റൻസ് മാത്രമായതുകൊണ്ട് 6 കിലോമീറ്റർ ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടിയുണ്ട്. ഡിഗ്രി വൈസ് എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷൻ വരാറുണ്ട്. അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. റോഹൻ ഫേസസ് നോർത്ത് വെസ്റ്റ്. ഹി ടേൺസ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ്, then 180 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ്. വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫേസിങ് നൗ? അതാണ് ചോദ്യം. ഞാൻ ആദ്യം കംപ്ലീറ്റ്ലി വരയ്ക്കണം എന്നൊന്നുമില്ല. നോർത്ത് വെസ്റ്റ് അറിയാനായിട്ട് ഞാൻ ചെറുതായിട്ട് ഇവനൊന്ന് വരയ്ക്കണം. നമുക്കറിയാം നോർത്ത് ഇത്, വെസ്റ്റ് ഇത്, നോർത്ത് വെസ്റ്റ്. അപ്പൊ ഇത് അല്ലെ നോർത്ത് വെസ്റ്റ് അത്. അപ്പൊ ഒരു പോയിന്റിൽ നിന്ന് ഈ മച്ചാന്താ ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുക. ഓക്കെ, ഞാൻ ബാക്കി ലൈൻസ് ചെറുതായിട്ടൊന്ന് വരയ്ക്കുന്നു. വലിയ കാര്യമായിട്ട് വരയ്ക്കണ്ട. ഇങ്ങോട്ടാണ് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. നോർത്ത് വെസ്റ്റ് അല്ലേ, നോർത്ത് വെസ്റ്റിലോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നു. ഇവിടെ നിന്ന് അവൻ എന്ത് ചെയ്തു? ഞാൻ ഇവിടേക്കും ജസ്റ്റ് വരയ്ക്കുന്നുണ്ട്. ഇവിടെ നിന്ന് മച്ചാൻ എന്ത് ചെയ്തു? ഈ ടേൺസ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട്, ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ തിരിച്ച് ഇങ്ങനെ, ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങനെയും ക്ലോക്ക് വൈസ് ഇങ്ങനെയും. അപ്പൊ അത് നമുക്കറിയാം. ക്ലോക്ക് വൈസിൽ അവൻ 90 ഡിഗ്രി തിരിഞ്ഞ്. അപ്പൊ ഇവിടുന്ന് 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇത്രയാണ് വരിക. 90 ഡിഗ്രി ഇത്രയാണ് വരിക. ഇവൻ ഇവിടേക്ക് എത്തിയ നോർത്ത് ഈസ്റ്റിലോട്ട് എത്തി. നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് ഞാനത് അവിടെ നോട്ട് ചെയ്ത് വെച്ചു. നോർത്ത് ഈസ്റ്റിലോട്ട് അവൻ എത്തി. ഇപ്പതാ ഞാൻ ട്രാവൽ ചെയ്ത രീതി വേണമെങ്കിൽ ഞാൻ ചേരാം. ഇങ്ങനെയാണുള്ളത്. അവൻ 90 ഡിഗ്രി ഇങ്ങോട്ട് പോന്നിട്ട് ഇവിടെ എത്തി. ഇനി അവിടെ നിന്ന് ട്രാവൽ ചെയ്തിട്ട് അവൻ എന്ത് ചെയ്യാണ്? 180 ഡിഗ്രി ആന്റി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 180 ഡിഗ്രി നമുക്കറിയാം
ഒരു ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എത്തും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എത്തണമെങ്കിൽ അവൻ ഇവിടെ എത്തണം. ഇവിടെ നിന്ന് അവൻ ഇങ്ങോട്ട് 180 ഡിഗ്രി എത്തി, ഇങ്ങോട്ട് 180 ഡിഗ്രി എത്തി, അതായത് ഈ പൊസിഷനിലോട്ട് എത്തി. ഇനി ചോദ്യം അവൻ എങ്ങോട്ട് ഫേസ് ചെയ്യുന്നു എന്നാണ്. എങ്ങോട്ട് ഫേസ് ചെയ്യുന്നോടാ? ഇത് ഏത് ഡയറക്ഷൻ? സൗത്ത് വെസ്റ്റ് അല്ലേ? ഇത് ഇങ്ങോട്ടും പോയി, അവിടുന്ന് പിന്നെ തിരിച്ചിങ്ങോട്ടും വന്നു. അപ്പൊ ഫേസ് ചെയ്യുന്നത് എങ്ങോട്ടാ? സൗത്ത് വെസ്റ്റ്. സോ നമ്മുടെ ആൻസർ സൗത്ത് വെസ്റ്റ്. ഓക്കെ, അവൻ ഈ ഒരൊറ്റ പോയിന്റിലാണ് നിൽക്കണേ കേട്ടോ. ഈ ഒരൊറ്റ പോയിന്റിൽ നിന്നാണ് അവൻ ഇങ്ങോട്ടും തിരിയുന്നത്, അവിടുന്ന് ഇങ്ങോട്ടും തിരിയുന്നത്. അതുകൊണ്ട് മാറില്ല. ചില ഇതില് ഒരു സർക്കുലർ ടേബിൾ ആണ്. അവൻ ഫേസ് ചെയ്യുന്നത് നോർത്ത് വെസ്റ്റിലോട്ടാന്ന് പറയുമ്പോൾ അവ ഇരിക്കുന്നത് ഇവിടെ ആയിരിക്കും, സൗത്ത് ഈസ്റ്റിലായിരിക്കും. ഓക്കെ, ഇവിടുന്ന് ഇരുന്ന് അങ്ങോട്ട് ഫേസ് ചെയ്താലേ നോർത്ത് വെസ്റ്റിലോട്ട് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അങ്ങനെ ഇല്ല. ഇവൻ ഒറ്റ പോയിന്റിൽ നിൽക്കണോണ്ട് തന്നെ നോർത്ത് വെസ്റ്റിലോട്ട് ഫേസ് ചെയ്യുന്നു. അവിടുന്ന് 90 ഡിഗ്രി തിരിയുമ്പോൾ നിന്നോട്ട് തന്നെയാ തിരിയുന്നത്. ഇവിടെ നിങ്ങൾ 90 ഡിഗ്രി തിരിയുമ്പോൾ ഞാൻ നോർത്ത് ഈസ്റ്റിലോട്ട് എത്തി. അവിടെ ഞാൻ 180 ഡിഗ്രി തിരിയുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട് സൗത്ത് വെസ്റ്റിലോട്ട് എത്തും. ഓപ്പോസിറ്റ് അത് അങ്ങനെ തന്നെയാണ്. ചോദ്യം എവിടെ ഫേസ് ചെയ്യാമെന്നായിരുന്നു? സൗത്ത് വെസ്റ്റ്. ഓക്കെ, ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള നമ്മുടെ സീരീസ്, മറക്കാൻ പറ്റുമോ അല്ലെ? സീരീസിലോട്ട് വരുന്നു. സീരീസും ആൽഫബറ്റും ഉണ്ട്. ദെൻ നമുക്ക് എന്തുണ്ട്? നമ്പർ സീരീസും ഉണ്ട്. നമ്പർ സീരീസിന് 2 ക്വസ്റ്റ്യൻസ് ആദ്യം നോക്കാം. 2 5 ആയി, 5 10 17 26 37. അടുത്തത് ആര് എന്നാണ് ചോദ്യം. ഒന്ന് ആലോചിച്ച് നോക്കാൻ പറ്റുമോ? ചെയ്ത് നോക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണോ ചോദിച്ചാല, അതായത് ഇവനെ ഓരോ ഇൻഡിവിജ്വലി ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് കിട്ടൂല. ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റില്ല. ഇൻഡിവിജ്വൽ ആ നമ്പേഴ്സ് ആരാന്ന് നോക്കിക്കോ. ഞാൻ പറയട്ടെ, ഇവൻ സ്ക്വയേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആണ്. സ്ക്വയേഴ്സിന് എത്രയോ നമ്പർ കൂട്ടിയിട്ട് കിട്ടുന്ന ആൻസേഴ്സ് ആണ് ഇവരെല്ലാവരും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. എന്ത് വരുടാ? ഇവൻ 1 സ്ക്വയർ പ്ലസ് 1 അല്ലെ? 1 പ്ലസ് 1 2. 2 സ്ക്വയർ പ്ലസ് 1 4 പ്ലസ് 1 5. ഇവൻ 3 സ്ക്വയർ പ്ലസ് 1 9 പ്ലസ് 1 10. ഇവൻ 4 സ്ക്വയർ പ്ലസ് 1 16 പ്ലസ് 1 17. ഇവൻ 5 സ്ക്വയർ പ്ലസ് 1 25 പ്ലസ് 1 26. ഇവൻ 6 സ്ക്വയർ പ്ലസ് 1 36 പ്ലസ് 1 37. അടുത്തത് 7 സ്ക്വയർ പ്ലസ് 1 വരും. ദാറ്റ് ഈസ് 49 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 എന്നുള്ള ആൻസറിലോട്ട് എത്തും. അതാണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, ക്ലിയർ? അടുത്തതോ? അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പ. ജസ്റ്റ് ഒരു മൾട്ടിപ്ലിക്കേഷൻ എഴുതി കണ്ടറിയാം. മൾട്ടിപ്ലിക്കേഷൻ ആണ്. ദാറ്റ് ഈസ് 3 × 2 6. 6 × 3 18. 18 × 4 ആണ് 72. 72 × 5 ആണ് 360. × 2 × 3 × 4 × 5 × 6 അല്ലെ? × 2 × 3 × 4 × 5 × 6 തന്നെയാ വരാ. 360 × 6 എന്ന് പറയുമ്പോൾ അത് എത്രയാടാ? 2160. 36 × 6 216. ആ 0 കൂടെ ഇടുമ്പോൾ 2160 എന്നുള്ള ആൻസറിലോട്ട് എത്തും. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, കഴിഞ്ഞിട്ടില്ല. നമുക്ക് ലെറ്റർ സീരീസ് വരാറുണ്ട് അല്ലെ? ആൽഫബറ്റ് സീരീസ് വരാറുണ്ട്. അവനെയും കൂടെ ഒന്ന് നോക്കൂ. എ സി ആയി എന്ന് പറയുമ്പോ എ കഴിഞ്ഞാൽ ബി പ്ലസ് സി അല്ലെ? 2 എണ്ണം കൂടി. സി എഫ് ആയി. സി കഴിഞ്ഞാൽ ഡി ഇ എഫ് 3 എണ്ണം കൂടി. എഫ് കഴിഞ്ഞാൽ ജെ. എഫ് കഴിഞ്ഞാൽ എഫ് ജി എച്ച് ഐ ജെ 4 കൂടി. ജെ ഒ ആയി. ജെ കഴിഞ്ഞാൽ കെ എൽ എം എൻ എൻ ഒ 5-ാമത്തെ ആളാ. 5 കൂടി. കെ എൽ എം എൻ ഒ 5 കൂടി. ഇനി 3 കൂടി, 2 കൂടി, 3 കൂടി, 4 കൂടി, 5 കൂടി. അടുത്ത എത്ര കൂടണം? 6 കൂടണം. ഓ കഴിഞ്ഞാൽ പി ക്യു ആർ എസ് ടി യു 6 കൂടണ്ടേ? 6 കൂടണ്ടേ? ദാറ്റ് ഈസ് യുയിലോട്ട് എത്രേ ഉള്ളൂ? 15 21 ആവണടാ അല്ലെ? 21 ആണ് യുവിന്റെ നമ്പർ. 6 കൂട്ടിയാൽ ദാറ്റ് ഈസ് ഓപ്ഷൻ എ യു. ഓക്കെ, പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് കണ്ടാൽ മതിടാ, പെട്ടെന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് പ്ലസ് മീൻസ് ഇൻറ്റു, മൈനസ് മീൻസ് ഡിവിഷൻ, ഇൻറ്റു മീൻസ് മൈനസ് ആൻഡ് ഡിവിഷൻ മീൻസ് പ്ലസ്. അതായത് നമ്മുടെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിലെ ക്വസ്റ്റ്യൻ ആടാ. അതാ നോക്കിക്കോ. എങ്ങനെയെങ്കിൽ ഇതിന്റെ ഉത്തരം എന്തിലോട്ട് വരും? അതായത് ഈ കിടക്കുന്ന സിമ്പിൾസിനൊക്കെ ഈ മീൻസ് എന്നുള്ള വെച്ച് റീപ്ലേസ് ചെയ്യണം. ഞാൻ റീപ്ലേസ് ചെയ്യാൻ പോകുന്നു. 40 - 40 ഉണ്ട്, 5 ഉണ്ട്.
3 ഉണ്ട്, 8 ഉണ്ട്, 2 ഉണ്ട്. മൈനസിന് പകരം മൈനസ് മീൻസ് ഡിവിഷൻ ആണ്, അപ്പൊ ഡിവിഷൻ. ദെൻ പ്ലസിന് പകരം ഇൻറ്റു ആണ്. ഓക്കെ. ദെൻ ഇൻറ്റുവിന് പകരം മൈനസ് ആണ് ആൻഡ് ഡിവിഷന് പകരം പ്ലസ് ആണ്. സിംപിൾ എഴുതി കഴിഞ്ഞാൽ 40/5 ഇൻറ്റു 3 മൈനസ് 8 പ്ലസ് 2. ഞാൻ 5 40 നമുക്കറിയാം 5 ഇൻറ്റു 8 ആണ് 40. 8 ഇൻറ്റു 3 മൈനസ് 8 പ്ലസ് 2 ദാറ്റ് ഈസ് 24 മൈനസ് 8 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാടാ? -8 പ്ലസ് 2. വലുതും ചെറുതും ഡിഫറൻറ്റ് ചിഹ്നം വരുമ്പോൾ വലുതെന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം ഇടുക. 8 2 കുറച്ചാൽ 6, വലുതിന്റെ ചിഹ്നം -6. 24 മൈനസ് 6 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 18. 18 ഓപ്ഷൻ എയിലേക്ക് എത്തി ആൻസർ. സിമ്പിൾ അല്ലേ? ഇവനൊക്കെ ഷോർട്ട് കട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് ഷോർട്ട് കട്ട് ഒന്നും ഇല്ല, എന്നാലും സ്പീഡിൽ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സ്പീഡ് കാൽക്കുലേഷൻ സ്പീഡ് ഒന്ന് പൊട്ടിക്കൊണ്ടുവരിക. ഒരു ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻസിൽ പോകുന്നു. നമ്മൾ ലെറ്റേഴ്സ് സിമ്പിൾസിനെ വെച്ച് റീപ്ലേസ് ചെയ്താണ്. ലെറ്റേഴ്സും ഓരോ സയൻസിനെ വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം 18C എന്ന് പറയുന്ന ഇൻറ്റു ആണ്. C 14, D എന്ന് പറഞ്ഞ ഡിവിഷൻ 2, A എന്ന് പറയുമ്പോൾ പ്ലസ് 8, B എന്ന് പറയുമ്പോൾ -4. 2 18 9 വട്ടം. 9 ഇൻറ്റു 14 പ്ലസ് 8 മൈനസ് 4. 9 ഇൻറ്റു 14 എന്ന് പറയുമ്പോൾ 126 പ്ലസ് 8 മൈനസ് 4. 126 പ്ലസ് 8 എന്ന് പറയുമ്പോൾ 134 മൈനസ് 4 ഇസ് ഈക്വൽ ടു 130 എന്നുള്ള ആൻസറിലോട്ട് വരും. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, ഇങ്ങനെ പെട്ടെന്ന് ടപ്പേന്ന് ആൻസർ ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 19ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് നമ്മുടെ ക്ലോക്ക് ഇമ്പോർട്ടന്റ് ആളാണ്. ക്ലോക്കിന്റെ അവർ ചോദിച്ചിരിക്കുന്ന സമയം 8:30 ആണടാ. 8:30 ആണ്. അപ്പൊ ഒരു ക്ലോക്കിനെ വരച്ചു നോക്കി. ഞാൻ ഏകദേശം കാണിക്കാനാണ് കേട്ടോ, കംപ്ലീറ്റ്ലി നമുക്ക് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 8:30 എന്നുള്ള സമയമല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആൾക്കാര് ആരെ 12 3 6 9. അപ്പൊ നമുക്ക് 8:30 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 8 ഉണ്ടാവും, ഇവിടെ ഒരു 7 ഉണ്ടാവും അല്ലെ. മണിക്കൂറിന്റെ സൂചി 8:30 അല്ലേ? മണിക്കൂറിന്റെ സൂചി ഇവിടെ എത്തിക്കാണ്. ഇതാണ് ഒരു മിഡിൽ പോർഷൻ എങ്കിൽ മണിക്കൂറിന്റെ സൂചി ഇവിടെയും, മിനിറ്റ് സൂചി കറക്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ടാവും അല്ലെ. ഇവിടെ എത്തിയിട്ടുണ്ടാവും 8:30. 9ന്റെ 8ന്റെ നടുക്കിൽ എത്തി കാണും. അപ്പൊ ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനാ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് അറ്റ് 8:30? അത് AM ആയാലും PM ആയാലും മോർണിംഗ് ആയാലും രാത്രി ആയാലും 8:30 എന്ന് പറയണത് ക്ലോക്കിൽ ഒരുപോലെ അല്ലേ കാണിക്കുള്ളൂ. ക്ലോക്ക് അല്ലെങ്കിൽ നമ്മുടെ വാച്ച് അങ്ങനെയല്ലേ കാണിക്കുള്ളൂ. ഡിജിറ്റൽ ക്ലോക്ക് അങ്ങനെ ആലോചിക്കരുത്. ജസ്റ്റ് നമ്മൾ നമ്പേഴ്സ് ഉള്ള സാധാ നമ്മുടെ വീട്ടിലുള്ള ക്ലോക്കടാ ഇങ്ങനെയല്ലേ കാണിക്കുള്ളൂ. അപ്പൊ ഈ ആംഗിൾ എത്ര എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതൊരു കുഞ്ഞൊരു ഇക്വേഷൻ ഉണ്ടടാ, നോട്ട് ചെയ്ത് വെച്ചോ. 30H മൈനസ് 11/2M ഈക്വൽ ടു ആ ആംഗിൾ. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ട ആംഗിൾ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് കിട്ടും. ഇനി ചോദിക്കും എന്താണ് H, എന്താണ് M. H എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന ടൈമിലെ ഹവർ വാല്യൂ, M എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന മിനിറ്റ് വാല്യൂ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അവർ വാല്യൂ, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള മിനിറ്റ് വാല്യൂനും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സിംപ്ലി നോക്കുമ്പോൾ 30 × 8 മൈനസ് 11/2 ഇൻറ്റു 30. നമുക്ക് നോക്കുമ്പോൾ എന്ത് വരും? ഈ 2 30 15 വട്ടം. 30 × 8 3 24 240 മൈനസ് 11 × 5 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 5 6 1 165 എന്ന് വരും. 240 100 കുറച്ചാൽ 140, 140 60 കുറച്ചാൽ 180, 5 കുറച്ചാൽ 75 അല്ല 180 അല്ല 80, 75 ഡിഗ്രിയുടെ 75 ഡിഗ്രി. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ. സിംപിളി ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടാ. ഈ ഇക്വേഷൻ നോട്ട് ചെയ്ത് വെച്ചോ, ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ചോ. 30H മൈനസ് 11/2 M ഇസ് ഈക്വൽ ടു ആ ആംഗിൾ. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നോടാ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. കലണ്ടർ അല്ലെ ചോദിക്കാറുണ്ട്, കലണ്ടർ ചോദിക്കാറുണ്ട്. If 15th August 2011 was a Monday, what day of the week was 15th August 2012? നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് 15/8 വരാൻ പോകുന്നു അല്ലെ. നമ്മുടെ ഇക്കൊല്ലത്തെ ഓഗസ്റ്റ് വരാൻ പോകുന്നു. ഈ ഒരു
ഡേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? മൺഡേ ആണെങ്കിൽ, ഈ ഒരു ഡേറ്റ് മൺഡേ ആണെങ്കിൽ 15/8/2012 ഏത് ഡേ ആയിരിക്കും? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് ചെയ്യാനായിട്ടൊരു കുഞ്ഞു വഴിയുണ്ട്, അത് നോട്ട് ചെയ്ത് വെച്ചോടാ. ഞാൻ ന്യൂ ഇയർ ഗ്യാപ്പിൽ പറയാം. ഇപ്പോ 1/1/2022 to 1/1/2023 വിചാരിച്ചോ. ദാറ്റ് ഈസ് എന്ത് ഗ്യാപ്പാ? 365 ഡേയ്സ് ഗ്യാപ്പാണ് അവിടെ, അല്ലെ? 365 ഡേയ്സ് ഗ്യാപ്പാണ്. ദാറ്റ് ഈസ് ഒരു ഓർഡിനറി ഇയർ ഗ്യാപ്പാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിലെങ്കിൽ, അവിടെ ഈ ഡേ എന്താണോ, ഇപ്പൊ ഇൻ കേസ് ഇതൊരു മൺഡേ ആണെന്ന് വിചാരിച്ചോ, ഈ ഡേ എന്താണോ അതിൽ നിന്ന് ഒരു ഡേ കൂട്ടിയാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടുവാടാ. മൺഡേന്ന് 1 കൂട്ടിയാൽ ട്യൂസ്ഡേ. ആൻസർ കണ്ടോ? ഇതിന്റെ ആൻസർ ട്യൂസ്ഡേ. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റും മന്തും സെയിം ആണ്, ഇയർ വ്യത്യാസമുള്ളൂ. ഇയറുകൾ തമ്മിൽ എത്ര ഗ്യാപ്പ്? ഒരു ഓർഡിനറി ഇയർ ആണെങ്കിൽ ഒറ്റൊരു ദിവസം കൂടും. ലീപ്പ് ഇയർ ആണെങ്കിൽ എന്താടാ? ലീപ്പ് ഇയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? ഫെബ്രുവരി 29 വരുന്നത്, ദാറ്റ് ഈസ് 366 ദിവസം വരുന്ന കൊല്ലം. സിംപ്ലി പറഞ്ഞാൽ 1/1/2024 ഒരു ലീപ്പ് ഇയർ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടം തൊട്ട് 1/1/2025 വരെയുള്ള ഗ്യാപ്പ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 366 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. ലീപ്പ് ഇയർ ഗ്യാപ്പാണ്. ഫെബ്രുവരി 29, 2024 ഫെബ്രുവരി 29 ദിവസങ്ങളുണ്ട്. അപ്പൊ അവിടെ നിന്ന് അങ്ങോട്ട് എന്ന് പറയുമ്പോൾ 366 ദിവസത്തെ ഗ്യാപ്പ് ആവുമ്പോൾ, ഇൻ കേസ് ഇവനൊരു ഫ്രൈഡേ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? പ്ലസ് 2 ഡേയ്സ് കൂട്ടിയാൽ മതി. 2 ഡേയ്സ്. ഓർഡിനറി ഇയർ ഗ്യാപ്പ് ആണെങ്കിൽ ഒറ്റൊരു ഡേയും കൂട്ടിയിട്ട് ആൻസർ ചെയ്ത, തന്നിട്ടുള്ള ഡേയിൽ നിന്ന് ഒരു ഡേ കൂട്ടിയിട്ട് എഴുതാ. ലീപ്പ് ഇയർ ഗ്യാപ്പ് ആണെങ്കിൽ 2 ഡേയും കൂട്ടിയിട്ട് എഴുതാ. അപ്പൊ ഫ്രൈഡേ പ്ലസ് 2 ഡേയ്സ് എന്ന് പറയുമ്പോൾ അത് എത്രയാടാ? സൺഡേ ആൻസർ. ഫ്രൈഡേ കഴിഞ്ഞാൽ സാറ്റർഡേ, സൺഡേ. അപ്പൊ ഈ കാര്യം നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടി. കാരണം 2011 തൊട്ട് 11 ലീപ്പ് ഇയർ അല്ല, 12 ലീപ്പ് ഇയർ ആണ്. 12 ലീപ്പ് ഇയർ ആണ്. ഓക്കെ, 12 ലീപ്പ് ഇയർ ആണെങ്കിലും ഇതിന്റെ ഈ ഒരു ഗ്യാപ്പില് 12ന്റെ ഫെബ്രുവരി ഉൾപ്പെടുന്നുണ്ടോ? ഉണ്ടല്ലേ. നോക്കിയേ, നമ്മള് 2011 ഓഗസ്റ്റ് 15 തൊട്ട് എടുക്കണല്ലോ. കഴിഞ്ഞ സെപ്റ്റംബർ 15, ഒക്ടോബർ 15, നവംബർ 15, ഡിസംബർ 15, 2012 ജനുവരി 15, ഫെബ്രുവരി 15, അങ്ങനെ പോയി ഓഗസ്റ്റ് 15 വരെ. അതിന്റെ ഇടയിൽ 2012 ലീപ്പ് ഇയർ ആണ്. ആ ലീപ്പ് ഇയറിൽ എത്ര ഉണ്ടാവും? ആ ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ടാവും? 29 ദിവസം. അപ്പൊ ആ ഒരു ഗ്യാപ്പ്, ഈ ഒരു ഗ്യാപ്പ് എത്ര ദിവസമാടാ? 366 ദിവസത്തെ ഗ്യാപ്പാണ്. 366 ഡേയ്സ് ഗ്യാപ്പ് ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞത്? 2 ദിവസം കൂട്ടണം. അപ്പൊ മൺഡേയുടെ കൂടെ 2 ഡേയ്സ് നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ആൻസർ? മൺഡേ കഴിഞ്ഞാൽ ട്യൂസ്ഡേ, ദെൻ വെൻസ്ഡേ. ആൻസർ എന്ത് വന്നു? ബുധനാഴ്ച, വെൻസ്ഡേ. ക്ലിയർ? ഓക്കെ ആണോ? സെറ്റ് ആണോ? മനസ്സിലായില്ലേടാ? ഇത്രേ ഉള്ളൂ. അപ്പോ സാധാ കൊല്ലം, അതായത് ഫെബ്രുവരി 28 ഉള്ള കൊല്ലത്തിന്റെ അത്രയും ഗ്യാപ്പ്, 365 ദിവസത്തെ ഗ്യാപ്പ് ആണെങ്കിൽ ഒരു ന്യൂ ഇയർ ടു അടുത്ത ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ഒരു ഡേ കൂട്ടിയാൽ മതി. ഇനി 366 ദിവസമാണ് ലീപ്പ് ഇയർ ഗ്യാപ്പ് ആണെങ്കിൽ ഒരു ന്യൂ ഇയർ ടു അടുത്ത ന്യൂ ഇയർ 2 ഡേ കിട്ടിയാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് സെറ്റാന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻസ് ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത നമ്മുടെ വെൻ ഡയഗ്രാം എന്നുള്ള ടോപ്പിക്കിലോട്ട് പോകുന്നു. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉള്ളൂ കേട്ടോ. അധികം ടൈമിലോട്ട് നമ്മൾ പോകുന്നില്ല. ഓക്കെ, മാമൽസ്, ഡോഗ്സ്, കാറ്റിന്റെ കറക്റ്റ് വെൻ ഡയഗ്രാം എന്ത് വരും? നമുക്കറിയാം വെൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ പല ടൈപ്പിലും വരാം. തന്നിരിക്കുന്ന ഗ്രൂപ്പിന്റെ റിലേഷൻഷിപ്പ് പിക്ചർ ആയിട്ട് റിപ്രസെന്റ് ചെയ്യുന്ന കാര്യമാണ് വെൻ ഡയഗ്രാം, അല്ലെ? പിക്ടോറിക്കലി റിപ്രസെന്റ് ചെയ്യുന്ന കാര്യമാണ് വെൻ ഡയഗ്രാം. അപ്പൊ എന്ത് വരും? മാമൽസ്, ഡോഗ്സ്, കാറ്റ്സ്, അല്ലെ? മാമൽസ്, ഡോഗ്സ്, കാറ്റ്. നമുക്കറിയാം ഡോഗ് എല്ലാവരും മാമൽസ് ആണ്. 4 കാലുള്ള അല്ലെങ്കിൽ നട്ടലുള്ള എല്ലാവരെയും നമ്മൾ മാമൽസ് എന്ന് വിളിക്കാറുണ്ട്, അല്ലെ? അപ്പൊ ഡോഗ്സ് എല്ലാവരും മാമൽസ് ആണ്, കാറ്റുകൾ എല്ലാവരും മാമൽസ് ആണ്. അത് നമുക്കറിയാം. പക്ഷെ ഡോഗും കാറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ചോദിച്ചില്ലേ? രണ്ടും 2 ഫാമിലിയാണ്. ഡോഗ് എന്ന് പറയുമ്പോൾ ഫാമിലി കനേഡിയും, കാറ്റ് എന്ന് പറയുമ്പോൾ ഫാമിലി ഫെലിഡേ ആണ്. സോ അവര് നല്ല ഡിഫറൻസ് ഉണ്ട്. സോ ഡോഗും കാറ്റും തമ്മിൽ വലിയ ബന്ധമില്ലെങ്കിലും
ഡോഗും കാറ്റും മാമൽ എന്ന് പറയുന്ന കാറ്റഗറിയുടെ അകത്ത് പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പൊ മാമൽസിന്റെ അകത്ത് ഡോഗും കാറ്റും ഫുള്ളി റിലേറ്റഡ് ആണ്. പക്ഷെ ഡോഗ് കാറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കുമ്പോൾ അവര് നോട്ട് റിലേറ്റഡ് ഗ്രൂപ്പ്സ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇങ്ങനെ വരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? ഇത് ഓപ്ഷൻ എ ആണ്. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. ഇതാണ് ഇത് ബി, സി, ഡി. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. എളുപ്പമാണല്ലോ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് നമ്മൾ അടുത്തേക്ക് പോകുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്, നമ്മൾ നോക്കാത്ത കുറച്ച് ടോപ്പിക്സും കൂടി ഉണ്ടല്ലോ അല്ലെ. എന്താണ് ഇലക്ട്രിസിറ്റി? വയർ. ഇലക്ട്രിസിറ്റി ഇസ് കണക്റ്റഡ് ടു വയർ ആണെങ്കിൽ വാട്ടർ ഇസ് കണക്റ്റഡ് ടു എന്തായിരിക്കും? ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നത് വയേഴ്സിലൂടെ, കണക്ഷൻസ് വെക്കുന്നത് വയേഴ്സിലൂടെ ആണെങ്കിൽ വാട്ടറിന്റെ കണക്ഷൻസ് വെക്കുന്നത് എന്താ? പൈപ്പ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അനലോഗി ആസ് യൂഷ്വൽ എളുപ്പമുള്ളതാ വരാറുള്ളൂ. ഓക്കെ, പക്ഷെ അനലോഗി വേർഡ്സ് യൂസ് ചെയ്ത് മാത്രമല്ല GK ബേസ്ഡും ചോദിക്കാറുണ്ട്. GK ബേസ്ഡും ചോദിക്കാറുണ്ട്. ഞാൻ പറയാൻ കാരണം ഇപ്പോ സിംപിളി ചോദിച്ചാൽ ഇപ്പോ US ഡോളേഴ്സ് എന്ന് ചോദിക്കാം, ഡോളേഴ്സ് എന്ന് ചോദിക്കാം. ഇനി അതല്ല, അപ്പൊ അതിന്റെ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഖത്തർ എന്തായിരിക്കും? ഖത്തർ എന്തായിരിക്കും? നമുക്കറിയാം US യൂസ് ചെയ്യുന്ന കറൻസി ആടാ അവര് അല്ലെ. അപ്പൊ റിലേഷൻഷിപ്പ് നമ്മൾ മനസ്സിലാക്കി. ഇവന്റെ കറൻസി ഏതാന്ന് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് വരും? ഖത്തറിന്റെ എനിക്ക് തോന്നുന്നു റിയാൽ ആണ് അല്ലെ. ഖത്തറിന്റെ റിയാൽ ആണ്. ഖത്തർ റിയാൽ. ഇപ്പൊ ഇന്ത്യ റുപ്പീസ്, ബഹ്റൈൻ ദിനാർ, UAE ദിറം, അങ്ങനെ അങ്ങനെ മാറി മാറി വരും അല്ലെ. അപ്പോ കറൻസീസ്, ക്യാപിറ്റൽസ്, കൺട്രീസ് കറൻസീസ്, കൺട്രീസ് ക്യാപിറ്റൽസ്, കൺട്രീസ് പ്രസിഡൻസ്, അതൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. നമുക്ക് GKക്ക് ഉപകാരപ്പെടും. നമ്മുടെ റീസണിങ്ങിലും ചോദിക്കുന്നുണ്ട്. ഓക്കെ, അനലോഗിയിലാണ് ഇവനെ ചോദിക്കുക, ക്ലാസിഫിക്കേഷനിലും ചോദിക്കാം. ഇനി അടുത്തത് 872 ആണ്. അങ്ങനെയെങ്കിൽ 11 എന്തായിരിക്കും? നമ്മൾ 8ന്റെ ടേബിൾ എടുക്കുമ്പോൾ 8 × 9 ആണ് 72 അല്ലെ. 8 × 9 ആണ് 72 നമുക്കറിയാം. പക്ഷെ 11 × 9 99 ഇല്ല, ഓപ്ഷൻസിലില്ല. സോ അതല്ല. അപ്പൊ അനലോഗി വരുമ്പോ എന്താ? നമുക്ക് അറിയാവുന്ന കണക്ഷൻസ് കണക്ട് ചെയ്ത് നോക്കാം. അപ്പൊ × 9 എന്നുള്ള കണക്ഷൻ അല്ല. നമുക്ക് അടുത്ത് നോക്കുന്നു. 8 × 9 എന്ന് പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ, 8ഉം 8² കൂടെ ഒരു 8 കൂട്ടിയതല്ലടാ 8 × 9 എന്ന് പറയുമ്പോ? 8ഉം 8ന്റെ സ്ക്വയർ 64ന്റെ കൂടെ ഒരു 8 കൂട്ടിയതല്ലേടാ 8² + 8. 64 + 8 72 ആണ് അല്ലെ. 72 ആണ്. അങ്ങനെയെങ്കിൽ 11ന്റെ അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോ 11² + 11 ദാറ്റ് ഈസ് 121 + 11 = 132. ആൻസറിലുണ്ടോ? ആൻസറിലുണ്ടടാ. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻസിൽ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് പറ്റാവുന്ന പോസിബിലിറ്റീസ് ചെക്ക് ചെയ്ത് നോക്കാം. ആരാണ് ഓപ്ഷൻസിൽ വരുന്നത് അവനെ ചൂസ് ചെയ്യാം. ഓക്കെ ഓക്കെ, ഇവൻ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത ദിവസത്തിലോട്ട് പോട്ടെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഓഡ് വൺ ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ, ഏതാണ് ടോപ്പിക്? ക്ലാസിഫിക്കേഷൻ അല്ലേ. ക്ലാസിഫിക്കേഷൻ എന്നുള്ള ടോപ്പിക്കിലോട്ട് പോകുന്നു. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് എന്ന് വരുന്നു അയേൺ, കോപ്പർ, ഗോൾഡ്, മെർക്കുറി. ആര് വരും? ഒന്ന് ചിന്തിച്ചു നോക്കിയടാ, ഒന്ന് ചിന്തിച്ചു നോക്കി. ആര് വരും? അയാണ്, കോപ്പർ, ഗോൾഡ്, മെർക്കുറി. നമ്മൾ നോക്കുമ്പോ എന്താ, എല്ലാവരും മെറ്റൽസ് ആണ്. അപ്പൊ ക്ലാസിഫിക്കേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡയറക്ട്ലി 4 ഓപ്ഷൻസ് തരുന്നു. 4 ഓപ്ഷൻസിൽ ഒരാൾ ഡിഫറെന്റ് ഗ്രൂപ്പിലായിരിക്കും. സോ അവനൊന്ന് ഗ്രൂപ്പ് ചെയ്ത് കറക്റ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, എന്ത് വരും? ഒന്ന് നോക്കിയേ. എല്ലാരും മെറ്റൽസാ അല്ലെ. എല്ലാരും മെറ്റൽസാ. പക്ഷെ മെർക്കുറിയുടെ ഒരു ഫോർമാറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവനൊരു ലിക്വിഡ് ഫോർമാറ്റില്ല. എപ്പോ കണ്ടാലും ഇങ്ങനെ ഇങ്ങനെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന പോലത്തെ ടൈപ്പ് ഓഫ് ലിക്വിഡിറ്റി അവനുണ്ട് അല്ലെ. ലിക്വിഡിറ്റി ഉണ്ട്. അവൻ ഒരു ലിക്വിഡ് മെറ്റൽ ആണ് അറ്റ് റൂം ടെമ്പറേച്ചർ. സാധാ ടെമ്പറേച്ചറിൽ അവനൊരു ലിക്വിഡ് മെറ്റൽ ആണ്.
ബാക്കി എല്ലാവരും സോളിഡ് മെറ്റൽസ് ആണ്. അപ്പൊ സിംപ്ലി ചെയ്താൽ ഓൾ അതേഴ്സ് ആർ, ഞാൻ നോട്ട് റീസൺ പറഞ്ഞു തരാണ്, ഓൾ അതേഴ്സ് ആർ സോളിഡ് മെറ്റൽസ് ആണെങ്കിൽ മെർക്കുറി മാത്രം ഒരു ലിക്വിഡ് മെറ്റൽ ആണ്. അപ്പൊ നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ സോളിഡ് മെറ്റൽസ് ആൻഡ് ലിക്വിഡ് മെറ്റൽ എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടുത്തെ മെയിൻ കാര്യം. ഇനി അടുത്ത് ഫൈൻഡ് ദ ഓഡ് നമ്പർ പെയർ. ഫൈൻഡ് ദ ഓഡ് നമ്പർ പെയർ. സിമ്പിൾ ആണ്. ആ നമ്പർ ഇവിടെ പെയേഴ്സ് ആയിട്ട് കാണിങ്ങനെ, ഈ നമ്പറും ഈ പെയർ ചെയ്ത് നിൽക്കുന്ന നമ്പറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചെക്ക് ചെയ്തേടാം. ചെക്ക് ചെയ്ത് നോക്കി. എന്ത് വരും? ഓക്കെ, നമുക്ക് നോക്കുമ്പോ 4 4ന്റെ സ്ക്വയർ ആണ് 16 അല്ലെ. 4 4 സ്ക്വയർ 16, 6 6 സ്ക്വയർ 36, 8 8 സ്ക്വയർ 64, 9 9 സ്ക്വയർ 81 ആണടാ, 90 അല്ല. സോ ഡിഫറെന്റ് ആയി നിൽക്കുന്ന ഒറ്റ ഒരാളാരാ? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. സിമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ചെക്ക് ചെയ്യണം, സ്ക്വയേഴ്സോ ക്യൂബ്സോ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള പെയറുകൾ തമ്മിലുള്ള ഡിഫറൻസ്, മൾട്ടിപ്പിൾസ് ആണോ, പ്രൈം നമ്പേഴ്സ് ആണോ, കോമ്പോസിറ്റ് നമ്പേഴ്സ് ആണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോ. ഓക്കെ, നമ്മൾ ലാസ്റ്റിലേക്ക് എത്തുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് മൂവ് ചെയ്യുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് മൂവ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പോ ഇമ്പോർട്ടൻ്റ്ലി ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് അസംഷനും സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ പറയുന്ന ടോപ്പിക്സ്. അതിപ്പോ നല്ലപോലെ ചോദിക്കാറുണ്ട്. അപ്പൊ അവനെയും കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞ കൊല്ലങ്ങളിൽ ചോദിച്ചിട്ടുള്ള 2 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യന് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കിയാടാ, ഒന്ന് വായിച്ചു നോക്കിയിട്ട് ആൻസറിലോട്ട് എത്തിയേ. വായിച്ചു നോക്കിയൊന്ന് മനസ്സിലാക്കോ. ജോയിൻ അവർ 3-month കമ്പ്യൂട്ടർ കോഴ്സ് ടു ബിക്കം ആൻ എക്സ്പേർട്ട് ഇൻ കോഡിംഗ് അല്ലെ. അഡ്വർടൈസ്മെന്റ് ഒരു പരസ്യം പറയുകയാണ്, നമ്മുടെ 3 മാസത്തെ കമ്പ്യൂട്ടർ കോഴ്സിന് ഒന്ന് ജോയിൻ ചെയ്യോ. എന്തിനാ? ടു ബിക്കം എക്സ്പേർട്ട് ഇൻ കോഡിങ്ങിന് എക്സ്പേർട്ട് ആവാൻ വേണ്ടി. അപ്പൊ 3 മാസം മതി എക്സ്പേർട്ട് ആവാൻ. അതാ അവർ ഉദ്ദേശിക്കുന്നത്. 3 മാസം കൊണ്ട് അവർക്ക് കോഡിങ്ങിൽ എക്സ്പേർട്ട് ആവാൻ പറ്റും. അവരുടെ കമ്പ്യൂട്ടർ കോഴ്സിന് ജോയിൻ ചെയ്യൂ എന്ന് പറയുന്ന ഒരു പരസ്യമാണ്. നമ്മൾ സാധാരണ പരസ്യങ്ങൾ എന്തിനാ ഇറക്കാം? അതായത് ആൾക്കാരനെ അതിലൂടെ ആഡിലൂടെ അട്രാക്ട് ചെയ്ത് അവര് ഇവരിനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി അതിന്റെ ഗുണങ്ങൾ മാത്രം ഇട്ടിട്ടാണ് നമ്മൾ പരസ്യം ഇടുക. അപ്പൊ ആ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയ ആൾക്കാര് ഓടി വരാൻ, അവരെ അട്രാക്ട് ചെയ്യാനും കൂടിയാണ് നമ്മൾ ആഡ് ഇടുന്നത് അല്ലെ. അപ്പൊ നോക്കുമ്പോ 3 മാസം കൊണ്ട് ഒരു ടോപ്പിക്കിൽ എക്സ്പേർട്ട് ആവാം, ദാറ്റ് ഈസ് കോഡിങ്ങിൽ എക്സ്പേർട്ട് ആവാം എന്നുള്ള രീതിയിൽ കമ്പ്യൂട്ടർ കോഴ്സിൽ കോഡിങ്ങിൽ എക്സ്പേർട്ട് ആവാന്നുള്ള പരസ്യമാണ്. അപ്പൊ പരസ്യം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് ക്ലിയർലി അറിയാം. അസംഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരിക്കലും ഫുള്ളി ട്രൂ അല്ല. നോട്ട് ഫുള്ളി ട്രൂ അല്ലെ. നോട്ട് ഫുള്ളി ട്രൂ, ദാറ്റ് ഈസ് ഇവൻ ലെസ് ദാൻ 100% ഷുവർ ആയിരിക്കുള്ളൂ. ലെസ് ദാൻ 100% ഷുവർ ആയാൽ മതി. കംപ്ലീറ്റ്ലി ഷുവർ ആവണം നമുക്ക് നിർബന്ധമില്ല. അസംഷൻ അല്ലേ, ഗസ് അല്ലേ. അപ്പൊ ഇത് വായിച്ചെന്ന് നമുക്ക് ഗസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യും. ഇനി ഇവിടെ ഫോളോ ചെയ്യുന്ന കൺക്ലൂഷൻസിനെ നമ്മൾ അസംഷനെ നമ്മൾ ഇംപ്ലിസിറ്റ് അസംഷനും നോട്ട് ഫോളോയിങ് അസംഷനെ നമ്മൾ എക്സ്പ്ലിസിറ്റ് എന്നും വിളിക്കുന്നു. എക്സ്പ്ലിസിറ്റ് അസംഷൻസ് എന്നും വിളിക്കാം, അല്ലെങ്കിൽ നോട്ട് ഇംപ്ലിസിറ്റ് അങ്ങനെയും അവനെ അങ്ങനെയാണ് ഓപ്ഷൻസിൽ കൂടുതൽ മെൻഷൻ ചെയ്യാറ്. എക്സ്പ്ലിസിറ്റ് അഥവാ നോട്ട് ഇംപ്ലിസിറ്റ് എന്നാണ് മെൻഷൻ ചെയ്യാറ്. വായിച്ചു നോക്കാടെ അസംഷൻ. പീപ്പിൾ വാണ്ട് ടു ബിക്കം എക്സ്പേർട്സ് ഇൻ കോഡിങ്. ആൾക്കാർക്ക് എക്സ്പേർട്സ് ആവണം എന്നുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോ ഒരു ടൈം കഴിയുമ്പോൾ നമുക്ക് ഒരു ട്രെൻഡ് ഉണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും ഒരു എക്സാം പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കോഴ്സ്, ഇപ്പൊ ഡാറ്റാ സയൻസ് പോലുള്ള കോഴ്സൊക്കെ ഒരു ടൈമിൽ ഭയങ്കര എന്തായിരുന്നു, ഒരു ട്രെൻഡായിരുന്നു. അപ്പൊ നമ്മൾ ആ ട്രെൻഡ് വന്നാ എനിക്കിത് പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടും. വീട്ടുകാരോട് പറയും, അമ്മേ പുതിയ കോഴ്സ് വന്നിട്ടുണ്ട്, ഞാൻ ഇതിൽ ജോയിൻ ചെയ്യാം, ഇത് ജോയിൻ ചെയ്ത ജോലി ഉറപ്പാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ജോയിൻ ചെയ്യും. അപ്പൊ ആ ഒരു ടൈം പീരീഡിൽ നമ്മളേക്ക് ആ ഒരു ആഡ് എത്തും അല്ലെ, എത്തും. കാരണം ആ ടൈമിൽ ട്രെൻഡ് അതായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു എല്ലാവർക്കും ആ ഒരു ടൈം പീരീഡിൽ എല്ലാവർക്കും അതാവണം എന്നുള്ള ഒരു ചിന്തയുണ്ടാവും.
നമ്മൾ ചിന്തിച്ചൊന്ന് സെർച്ച് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഇൻസ്റ്റയിലും നമ്മുടെ യൂട്യൂബിലും നമ്മുടെ എല്ലാത്തിലും അതിൻ്റെതായ പരസ്യങ്ങൾ താനേ വന്നോളും. അത് മെറ്റയുടെ പരിപാടിയാണല്ലോ, അത് മെറ്റ ചെയ്തോളും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന ഒരു ട്രെൻഡ് ആയതുകൊണ്ടായിരിക്കാം ആ സമയത്ത് അവർ ആഡ് ഇടുന്നത്. സോ നമുക്ക് അസംഷൻ ഗസ് ചെയ്യാം, ആൾക്കാർക്ക് കോഡിങ്ങിൽ എക്സ്പേർട്ട് ആവണം എന്നുണ്ടാവും. അല്ലാണ്ട് വെറുതെ പോയിട്ട് ഒരു ആഡ് ഇടുവോ? അവിടെ ഇല്ല. ആഡ് അവിടെ എത്തിക്കണമെങ്കിൽ അതിന് അവിടെ സെർച്ചിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കൂടുതൽ. അപ്പൊ അതുകൊണ്ട് മേ ബി അവർക്ക് എക്സ്പേർട്ട് ആവണം എന്നുള്ള ചിന്തയുണ്ടാവും. സോ അത് ഇംപ്ലിസിറ്റ് ആണ്, ഫോളോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഗസ് ആണ്. സോ ഗസ് നമുക്ക് എപ്പോഴും ഫോളോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. 3 months is a sufficient time to learn basic coding. അതായത് 3 മാസം കൊണ്ട് എക്സ്പേർട്ട് ഇൻ കോഡിങ്ങിൽ എക്സ്പേർട്ട് ആവുമെന്ന് പറയുമെങ്കിൽ 3 മാസം ധാരാളമാണ് അല്ലെ. 3 മാസം കൊണ്ട് കോഡിങ് പഠിച്ചെടുക്കുക എന്നുള്ളത് ധാരാളമാണ്. അതുകൊണ്ടായിരിക്കും അവർ അങ്ങനെ 3 മാസം എന്ന് പറയുന്നത്. അല്ലാണ്ട് അവർ ടൈം മെൻഷൻ ചെയ്യില്ലല്ലോ. 3 മാസം കൊണ്ട് കോഡിങ് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അതും ഗസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓൾമോസ്റ്റ്ലി പഠിച്ചെടുക്കാൻ പറ്റുമായിരിക്കും. ഗസ് അല്ലേ, പറ്റുമായിരിക്കും. പിന്നെ ആൾക്കാർക്ക് കോഡിങ്ങിൽ എക്സ്പേർട്ട് ആവണമായിരിക്കും. ഗസ് ആയതുകൊണ്ട് തന്നെ ഫുള്ളി ട്രൂ ആവണം എന്ന് നമുക്ക് നിർബന്ധമില്ല. അസംഷൻ ഫുള്ളി ട്രൂ ആവണം നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ രണ്ടും നടക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനത്തെ ഒരു ആഡ് ഇട്ടിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ രണ്ടും ഫോളോ ചെയ്യുന്ന കൺക്ലൂഷൻസ് ആണ്. ദാറ്റ് ഈസ് ബോത്ത് 1 and 2 ആർ ഇംപ്ലിസിറ്റ്. രണ്ടുപേരും ഇംപ്ലിസിറ്റ് ആണ്. ഇംപ്ലിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കേടാ, നമ്മൾ ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു PYQ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഗ്രൂപ്പ് ഡിക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലൂടെ നമ്മൾ എക്സ്ട്രാ ആയിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാക്സിമം നിങ്ങൾ ഇതിലെ പോയിന്റ്സ് വെച്ചിട്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഇത് നോട്ട് ചെയ്ത് പോവുക. ഇനി പഠിച്ചവരാണെങ്കിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കുക. ഇവനൊന്ന് കണ്ട് ഒരു എന്താ പറയുക, ഫൈനൽ റിവിഷൻ, ക്വിക്ക് റിവിഷൻ എന്നുള്ള പോലെ രീതിയിൽ കണ്ടിട്ട് പോവുക. മോസ്റ്റ്ലി കൂടുതൽ വരാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പുറത്തുനിന്ന് വരാറുണ്ട്. പുറത്തുനിന്നല്ല, നമുക്കുള്ള ടോപ്പിക്സ് തന്നെ. ഇപ്പൊ കൗണ്ടിങ് ഫിഗേഴ്സ് പോലത്തെയുള്ള ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ ഓൾറെഡി നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ വെറുതെ ഇട്ട് ടൈം കളഞ്ഞിട്ടില്ല. ഫിഗർ ക്വസ്റ്റ്യൻസ് ഞാൻ മാക്സിമം ഒഴിവാക്കിയ. ഫിഗർ ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്നത്, എല്ലാവർക്കും ഡൗട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലായതുകൊണ്ടാണ് കൂടുതൽ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വരുന്നു, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. കണ്ടിന്യൂസ് എക്സ്പോഷർ ടു ലൗഡ് നോയ്സ് കോസസ് ഹിയറിംഗ് ഇമ്പയർമെന്റ്. അതായത് ലൗഡ് നോയ്സ് ഇങ്ങനെ ഒരുപാട് എക്സ്പോഷർ ചെയ്യുമ്പോൾ അത് എന്തുണ്ടാവും, ഹിയറിംഗ് ഇമ്പയർമെന്റ്, ദാറ്റ് ഈസ് കേൾവിശേഷി നഷ്ടപ്പെടാനുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് അവിടെ തരുന്നത്. കൺക്ലൂഷൻസ് ആണ്. സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ഫുള്ളി ട്രൂ ആയിരിക്കും. കൺക്ലൂഷൻസ് നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ, ആ സ്റ്റേറ്റ്മെന്റ് വായിച്ച് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും കൺക്ലൂഷൻ. ദാറ്റ് ഈസ് അതുകൊണ്ട് അവൻ 100% ഷുവർ ആയിട്ടുള്ള ആളിനെ മാത്രം ഗസ് ചെയ്ത് പറയാൻ പറ്റില്ല ഇവിടെ. സ്റ്റേറ്റ്മെന്റ് വായിച്ച് നമുക്ക് എന്തോ മനസ്സിലായി, സ്റ്റേറ്റ്മെന്റിലുള്ള കാര്യങ്ങൾ ട്രൂ ആണ്. സോ അവനെ വായിച്ച് 100% ഉറപ്പിച്ച്, സ്റ്റേറ്റ്മെന്റ് വായിച്ച് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യം മാത്രമേ കൺക്ലൂഷനിൽ ഫോളോ ചെയ്യുള്ളൂ. ഓക്കെ, നമുക്ക് ഗസ് ചെയ്തിട്ട് ഫോളോ ചെയ്യുമെന്ന് പറയാൻ ഇവൻ അസംഷൻ അല്ല, കൺക്ലൂഷൻ ആണ്. അപ്പൊ അസംഷന്റെയും കൺക്ലൂഷന്റെയും വ്യത്യാസം ഇതെന്ന് മനസ്സിലാക്കിക്കോ. ഒരു സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ഫുള്ളി ട്രൂ ആണ്. അത് വായിച്ച് ഗസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് അസംഷനിൽ ഫോളോ ചെയ്യും. പക്ഷെ കൺക്ലൂഷനിൽ ഫുള്ളി ഗസ് ചെയ്യലല്ല, ഫുള്ളി ഷുവർ ആയിട്ടുള്ള ഉറപ്പിച്ച് പറയാൻ പറ്റും കാര്യം മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. അതാണ് മെയിൻ ഡിഫറൻസ്. ഇത്രയും മനസ്സിലാക്കിയാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഒന്നും കൂടെ അപ്രോച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കണം. ഓക്കെ, കൺക്ലൂഷൻസിലോട്ട് ഞാൻ പോകുന്നു. വി ഷുഡ് അവോയ്ഡ് ലിസണിങ് ടു വെരി ലൗഡ് സൗണ്ട്സ് റെഗുലർലി. അതായത് നമ്മൾ ഒരുപാട് വലിയ സൗണ്ട്സ് ഡെയിലി കേൾക്കുന്നത് ഒഴിവാക്കണം. അതുകൊണ്ടാണ് അവർ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും. കണ്ടിന്യൂസ്ലി നമ്മൾ ലൗഡ് നോയ്സ് കേട്ടാൽ നമുക്ക് ഹിയറിംഗ് ഇമ്പയർമെന്റ് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അത് ഒഴിവാക്കണം അല്ലെ. ആ ഒരു ഭയങ്കര ലൗഡ് സൗണ്ട് ഡെയിലി, റെഗുലർലി ഡെയിലി കേൾക്കുന്ന കാര്യം ഒഴിവാക്കണം. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത്. അത് ഒഴിവാക്കിയില്ലെങ്കിൽ ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അത് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. അത് ഒഴിവാക്കിയാലേ അത് റെഡി ആവുള്ളൂ. ദെൻ ഹിയറിംഗ് ലോസ് കനോട്ട് ബി ക്യൂർഡ്. ഇപ്പൊ ഹിയറിംഗ് ഇമ്പയർമെന്റ് ഉണ്ടായാൽ തന്നെ അത് ക്യൂർ ചെയ്യാൻ, അതായത് ചികിത്സിച്ച് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അത് ഉറപ്പുള്ള കാര്യമാണ്. അത് സ്റ്റേറ്റ്മെന്റ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ?
അത് ചികിത്സിക്കാം, അതിന്റെ ചികിത്സയെ പറ്റി ക്യൂറിങ്ങിനെ പറ്റി എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഭയങ്കരമായിട്ട് ശബ്ദം ഡെയിലി കേട്ടാൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കേട്ടാൽ അത് ഹിയറിംഗ് ഇമ്പയർമെന്റ് അല്ലെങ്കിൽ ഹിയറിംഗ് ലോസ് ഉണ്ടാവും. അപ്പോ ഡെയിലി അത് കേൾക്കൽ ഒഴിവാക്കണം. അത് നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് പറയാം, അതിന് രക്ഷപ്പെടാൻ വേണ്ടി. പക്ഷെ അതിനൊരു ചികിത്സാ മാർഗം ഇല്ല. ഹിയറിംഗ് ലോസ് വന്നാൽ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കില്ല എന്ന് പറയാൻ ഒട്ടും പറ്റില്ല. എത്രത്തോളം ഹിയറിംഗ് എയ്ഡ് ഉണ്ട്, എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആക്ച്വലി കർണാടക യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഹിയറിംഗ് എയ്ഡ് യൂസ് ചെയ്യുന്ന കുറെ പേരുണ്ട്. സോ അതൊന്നും മാറ്റിയെടുക്കാൻ പറ്റില്ല എന്ന് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല. പിന്നെ പറയാൻ പറ്റില്ല, ഒന്നാമത് നമുക്ക് മെയിൻലി ആലോചിച്ചാൽ തന്നെ പറയാം അത് അങ്ങനെ, അത് തെറ്റാണ്, ഇത് തെറ്റാണെന്നുള്ളത് പറയാം. പിന്നെ അത് മാത്രമല്ല, സ്റ്റേറ്റ്മെന്റിൽ അവനെ മെൻഷൻ ചെയ്തിട്ടില്ല അബൌട്ട് ദി ക്യൂറിംഗ് ഓഫ് ഹിയറിംഗ് ലോസ്, അല്ലെ, ഹിയറിംഗ് ലോസ് മാറ്റാൻ പറ്റോ ഇല്ലയോ എന്നുള്ള ഒരു കാര്യവും സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടില്ലാത്തതും കൊണ്ടും ഇവൻ തെറ്റാണ്. ഇത് സിംപ്ലി ആലോചിച്ചാൽ മനസ്സിലാവും ഇത് മാറ്റിയെടുക്കാൻ പറ്റും. ചിലവർക്കെങ്കിലും കൂടെ ഹിയറിംഗ് എയ്ഡ് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. സോ ഇങ്ങനെ പറ്റില്ല എന്ന് പറയുന്നത്, മാറ്റിയെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കൺക്ലൂഷൻ തെറ്റ് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, അത് തെറ്റാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഈ കേസിൽ ഇവിടെ ഒരാൾ കൺക്ലൂഷൻ 1 മാത്രമേ ഫോളോ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഓൺലി കൺക്ലൂഷൻ 1 ഫോളോസ്. ഇത്രേ ഉള്ളൂടാ. ഓക്കെ, എത്രയാണ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് കൺക്ലൂഷൻ എന്നുള്ള ടോപ്പിക്കിലേക്ക് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോ നമുക്ക് നാളെ തൊട്ട് എക്സാംസ് തുടങ്ങുകയാണ്. എല്ലാവരും ഒരു ഫൈനൽ റിവിഷൻ എല്ലാ ടോപ്പിക്കിലേക്കും ഒന്ന് റിവൈസ് ചെയ്ത് വരാം. നന്നായി എക്സാംസ് എഴുതാം. അപ്പൊ ഓക്കേടാ, ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു.